പ്രിയമുള്ളവരെ, 2018 എന്ന് പറയുന്ന വർഷം അതിൻ്റെ ദൗത്യവും പൂർത്തീകരിച്ചതിൻ്റെ വിശ്രാമത്തിലേക്ക് മടങ്ങി 2019 ആണ്ടിൻ്റെ പ്രാരംഭ ദിവസങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഒരു ദൈവദാസൻ എന്ന നിലയിൽ നാം ഉൾപ്പെട്ടു നിൽക്കുന്ന ഈ കാലഘട്ടത്തെ വിചിന്തനം ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നു, ലോകശാസ്ത്രം അനുദിനം പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു. ഒരിക്കൽ ആഴിയെ കണ്ടറച്ച മനുഷ്യൻ ഇന്ന് ആകാശത്തെയും കീഴടക്കിക്കൊണ്ട് തൻ്റെ ജൈത്രയാത്ര തുടരുന്നു. മനുഷ്യൻ പുരോഗതിയുടെ പടവുകൾ ഓരോന്നോരോന്നായി ചവിട്ടിക്കയറുമ്പോഴും മനുഷ്യ സമുദായത്തിന് ഭീഷണി ഉയർത്തുന്ന അനവധി നിരവധി പ്രശ്നങ്ങൾ നാം ഉൾപ്പെട്ടു നിൽക്കുന്ന ലോകം, നാം ഉൾപ്പെട്ടു നിൽക്കുന്ന കാലഘട്ടം അഭിമുഖീകരിക്കുന്നു. ഈ കാലഘട്ടത്തിന് നല്ലൊരു നിർവചനം നൽകുവാൻ ശ്രമിക്കുമ്പോൾ പ്രശസ്ത ഇംഗ്ലീഷ് സാഹിത്യകാരനായിരുന്ന ചാൾസ് ഡിങ്കൻസ് എന്ന് പറയുന്ന മനുഷ്യൻ തൻ്റെ നഗരങ്ങളുടെ കഥ എന്ന് പറയുന്ന പുസ്തകം ആരംഭിക്കുമ്പോൾ അതിന് കൊടുത്ത ഒരു ആമുഖം എൻ്റെ ശ്രദ്ധയിൽ വരികയാണ്. അത് ഏറ്റവും മെച്ചമായ ഒരു കാലമായിരുന്നു, ഒപ്പം മോശമായതും. അത് വിജ്ഞാനത്തിൻ്റെ യുഗമായിരുന്നു, ഒപ്പം അജ്ഞതയുടെയും. ഞങ്ങളുടെ ലോകം പ്രകാശപൂർണമായിരുന്നു, ഒപ്പം അന്ധകാര നിബിഡവും. ഞങ്ങളുടെ മുമ്പിൽ എല്ലാ വാതിലുകളും തുറന്നവയായിരുന്നു, എല്ലാം അടഞ്ഞത് തന്നെയായിരുന്നു. ഒരു കാലഘട്ടത്തിൻ്റെ രണ്ട് വശങ്ങളെയാണ് മഹാനായ സാഹിത്യകാരൻ തൻ്റെ തൂലിക കൊണ്ട് കുറിയിടുന്നത്. ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഈ കാലഘട്ടത്തെ വിചിന്തനം ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നു, ഒരു വശത്ത് മനുഷ്യൻ വെള്ളം കുടിച്ചു മരിക്കുന്നു, അടുത്ത വശത്ത് മനുഷ്യൻ വെള്ളമില്ലാതെ മരിക്കുന്നു. ഒരിടത്ത് മനുഷ്യൻ ആഹാരം കഴിച്ചു മരിക്കുന്നു, അടുത്തിടത്ത് മനുഷ്യൻ ആഹാരമില്ലാതെ മരിക്കുന്നു. ഒരിടത്ത് മനുഷ്യനെ മഞ്ഞ് കൊല്ലുമ്പോൾ വേറൊരിടത്ത് മനുഷ്യനെ മഴ കൊല്ലുന്നു. വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞൊരു ലോകം, ലക്ഷ്യബോധമില്ലാത്ത ഒരു സമൂഹം നമ്മുടെ ഇടയിൽ ആവിർഭവിക്കുന്നു. അതിൻ്റെ എണ്ണം വർദ്ധിക്കുന്നു എന്നുള്ളതൊക്കെ ഒരു വസ്തുതയാണ്. മെക്സിക്കോയിൽ ആറ്റക് എന്ന് പറയുന്ന ഒരു വർഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. അവരുടെ പ്രത്യേകതരമായ ഒരു ആചാരമുണ്ട്. അവരുടെ ദേവപ്രീതിക്കായിട്ട് അവർ നടത്തുന്ന ഒരു ആചാരം, അത് ഒരു നരബലിയാണ്. ആ നരബലിക്കായിട്ട് അവർ സാധാരണ ഉപയോഗിക്കുന്നത് അവരുടെ വീട്ടിൽ ജനിച്ചു വളർന്ന അടിമകളായിട്ടുള്ള ആളുകളെയാണ് ആ നരബലിക്ക് അവരുപയോഗിക്കുന്നത്. നരബലിയുടെ സമയമാകുമ്പോഴത്തേന് ഏകദേശം ഡേറ്റ് എടുപ്പിച്ച് ഈ അടിമയെ അവർ സ്വതന്ത്രരാക്കും. അവൻ്റെ കാതയിലെയും അവൻ്റെ കഴുത്തേലെയും അവൻ്റെ കയ്യേലെയും അവൻ്റെ കാലിൻ്റെ വിരലേലെയും ഒക്കെ കുണുക്കുകൾ മാറ്റിയിട്ട്, അടിമത്തത്തിൻ്റെ ചിഹ്നം മാറ്റിയിട്ട് അവനെ പൂർണ്ണ സ്വതന്ത്രനാക്കും. എന്നിട്ട് അവനോട് പറയും, നിനക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിക്കാം, ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം, ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാം. കുടിച്ചും മതിച്ചും രമിച്ചും പുളച്ചും ജീവിക്കുമ്പോൾ ഈ അടിമ അറിയുന്നില്ല, തൊട്ടു പിന്നാലെ വരുന്നത് മരണത്തിൻ്റെ കരാളഹസ്തമാണെന്നറിയാതെ അവൻ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നത് പോലെ ഈ ആധുനിക ലോകം ലക്ഷ്യം നഷ്ടപ്പെട്ടവരായി, ലക്ഷ്യബോധമില്ലാത്തവരായി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുമ്പോൾ ഇന്ന് രാത്രി യഥാർത്ഥ രക്ഷകനെ തിരിച്ചറിഞ്ഞത് നിമിത്തം തികഞ്ഞ ലക്ഷ്യബോധം പ്രാപിച്ചവരായി, അതിലും തികഞ്ഞ സമാധാനം അനുഭവിക്കുന്നവരായി ഈ പന്തലിൻ്റെ കീഴിലിരിക്കുവാൻ നമുക്ക് ദൈവം ഭാഗ്യമൊരുക്കിയല്ലോ. ആ ദൈവകൃപ ഓർക്കുമ്പോൾ നന്ദിയോടെ ആ കര ഉയർത്തിപ്പിടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ഈ രാത്രി എത്ര ദൈവമക്കൾക്ക് കഴിയും. തികഞ്ഞ ക്രിസ്തീയ പ്രത്യാശയോടുകൂടെ നാം ഒരുമിച്ച് ഈ രാത്രിയിൽ ദൈവവചനത്തിൻ്റെ ചുറ്റാകെയായിരിക്കുമ്പോൾ ഈ സന്ധിയിലെ വിശേഷമായ ദൈവവചന ചിന്തയ്ക്കായി വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൻ്റെ 31, 32 തിരുവചന ഭാഗങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധ കൊണ്ടുപോകാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൻ്റെ 31, 32 വാക്യങ്ങൾ. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. തന്നിൽ വിശ്വസിച്ചിരുന്ന യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ വാസ്തവമായി നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. ഈ സന്ധിയിൽ നാം വായിച്ചു കേട്ട തിരുവചനത്തിലൂടെ ഈ ദേശത്തോടും കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളോടും പരിശുദ്ധാത്മാവാൻ ദൈവം തന്നെ സംസാരിക്കുവാൻ
കൃപ പ്രാപിച്ച ദൈവമക്കൾ ഒരു നിമിഷം കണ്ണുകളെ അടച്ച് ആദരങ്ങളെ തുറന്ന് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ട്. ഇന്ന് രാത്രി മുതൽ ഇവിടെ ഉയരുന്ന സുവിശേഷ സന്ദേശത്തിനെതിരായി ഇരുട്ടിന്റെ അധികാരങ്ങൾ ഭൗമമണ്ഡലത്തിൽ ഒരുക്കുന്ന സകല പൈശാചിക തടസ്സങ്ങളുടെ മേലും ഈ രാത്രി ആത്മാവിന്റെ അധികാരം വെളിപ്പെടുവാനും ശക്തമായ ദൈവപ്രവർത്തികൾ ഈ ദിവസങ്ങളിൽ ഇവിടെ സംഭവിക്കുവാനും വചനം കേട്ട സകലരുടെ മേലും ദൈവാത്മാവിന്റെ പരിവർത്തനം ഉണ്ടാകുവാനും കൃപ പ്രാപിച്ച ദൈവമക്കൾ അല്പസമയങ്ങൾ ഈ യോഗത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ട്. ഇന്ന് രാത്രി രോഗികളുടെ സൗഖ്യത്തിന്റെ രാത്രിയാകട്ടെ, ഇന്ന് രാത്രി അത്ഭുതത്തിന്റെ രാത്രിയാകട്ടെ. കത്തിയില്ലാതെ ശസ്ത്രക്രിയ നടത്തുന്ന, കൈതൊടാതെ അത്ഭുതം ചെയ്യുന്ന, ഏത് പ്രശ്നത്തിന്റെ ഏക ഉത്തരമാകുന്ന യേശുവിന്റെ കരത്തിന്റെ സ്വാതന്ത്ര്യം ഈ രാത്രിയെ സ്വർഗം മാറ്റുവോ. ഈ രാത്രിയിൽ ദൈവവചനം കേൾക്കുവാൻ ആവലോടെ കടന്നു വന്നിരിക്കുന്ന അങ്ങയുടെ ജനത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ വചനം കേൾക്കാനുള്ള അവരുടെ ആവലിനെ അറിയുകയും ഇന്ന് രാത്രി എളിയവനെ മറച്ചുകൊണ്ട് അങ്ങ് ഇവരുടെ നടുവിൽ വെളിപ്പെടുകയും ചെയ്യുക. സ്തോത്രം. അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വലിയ സാന്നിധ്യം പകരാണ്. ദൈവകൃപ അനുഭവിക്കുന്ന രാത്രിയാകട്ടെ. പ്രാർത്ഥന കേട്ടത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. തന്നിൽ വിശ്വസിച്ചിരുന്ന യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ വാസ്തവമായി നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. തൻ്റെ കേൾവിക്കാർ, തൻ്റെ ശ്രോതാക്കൾ ബന്ധനത്തിലായിരുന്നു എന്നുള്ള വസ്തുത നന്നായി മനസ്സിലാക്കിയിട്ട് അവരുടെ സ്വാതന്ത്ര്യത്തിനുള്ള വഴി യേശു പ്രഖ്യാപിച്ചു കൊടുക്കുന്നതാണല്ലോ ഈ തിരുവെഴുത്തിൻ്റെ പ്രമേയം. ഈ പ്രമേയത്തെ നന്നായി മനസ്സിലാക്കണമെങ്കിൽ ഈ അധ്യായത്തെ നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഈ അധ്യായത്തെ പഠിക്കണമെങ്കിൽ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിനുള്ള പ്രത്യേകത പഠിക്കേണ്ടത് ആവശ്യമാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കണമെങ്കിൽ വിശുദ്ധ ബൈബിളിൻ്റെ പ്രത്യേകത മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഇതൊരു പ്രാരംഭ രാത്രി ആയതുകൊണ്ടും ഇന്ന് രാത്രിയിൽ ഞാനൊരു സുവിശേഷകനായിട്ട് ഇവിടെ നിൽക്കുന്നത് കൊണ്ടും വിശുദ്ധ ബൈബിളിൻ്റെ പ്രത്യേകത ഒലവക്കോടിനോടും പരിസര പ്രദേശത്തോടും പറയുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് സമയപരിമിതിയുടെ അനുഭവങ്ങളെ നോക്കാതെ തന്നെ അതൊന്ന് ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടട്ടെ. എന്താണ് വിശുദ്ധ ബൈബിളിൻ്റെ പ്രത്യേകത? ദൈവം തന്നെത്താൻ മനുഷ്യന് തന്നെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിച്ചുകൊണ്ടേയിരുന്നു. മാനവരാശിയോടുള്ള ദൈവിക ഇടപെടലുകളുടെ എഴുതപ്പെട്ട രേഖയാണ് വിശുദ്ധ ബൈബിൾ. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ആരംഭം മുതൽ ലോകത്തിൻ്റെ അവസാനം വരെയുള്ള ഏത് കാര്യത്തെക്കുറിച്ചും വളരെ വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്ന പുസ്തകമാണ് വിശുദ്ധ തിരുവെഴുത്ത്. തിരുവെഴുത്ത് തന്നെ അതിൻ്റെ ആധികാരികത ലോകത്തിന് വെളിപ്പെടുത്തുകയാണ്. ഹോബയുടെ പുസ്തകത്തിൽ അന്വേഷിച്ചു നോക്കുവീൻ, അവയിൽ ഒന്നിനും ഇണയില്ലാതെ ഇരിക്കുകയില്ല. ഇന്നലകളിൽ ലോകത്തിൽ സംഭവിച്ചിട്ടുള്ളതും ഇന്ന് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നാളെ ലോകത്തിൽ സംഭവിക്കുവാൻ സാധ്യതയുള്ളതുമായ ഏത് പ്രശ്നത്തെക്കുറിച്ചും ആധികാരികമായി ലോകത്തോട് സംസാരിക്കുവാൻ കഴിയുന്ന ശക്തി ഈ പുസ്തകത്തിനുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ ഇന്നും ഇത് മാറോടടുക്കി പിടിക്കുന്നതിൻ്റെ പിൻപിലത്തെ രഹസ്യം. ലോകത്തിലെ ഏത് മതഗ്രന്ഥത്തിൽ നിന്നും ലോകത്തിലെ ഏത് ചരിത്ര പുസ്തകത്തിൽ നിന്നും വ്യത്യസ്തമായി 7 അത്ഭുതങ്ങൾ ഞങ്ങൾ ഇന്ന് രാത്രി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവിടെ സംസാരിക്കുന്ന ബൈബിളിനുണ്ട് എന്നുള്ളതാണ് ബൈബിളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്താണ് ബൈബിളിൻ്റെ 7 അത്ഭുതങ്ങൾ? ഒന്ന്, ബൈബിളിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത അതിൻ്റെ പുരാതനത്വമാണ്. ഇതുപോലെ പുരാതനത്വം അവകാശപ്പെടുവാൻ കഴിയുന്ന ഒരൊറ്റ പുസ്തകവും ഇന്ന് വരെ ലോകചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല, നിലനിൽക്കുന്നില്ല. അങ്ങനെ നിലനിൽക്കുന്ന ഒരേ ഒരു പുസ്തകം ഞങ്ങൾ ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ ഉയർത്തിപ്പിടിക്കുന്ന വിശുദ്ധ ബൈബിൾ മാത്രമാണ്. പുസ്തകങ്ങൾക്ക് സർവ്വസാധാരണമായുള്ള ഒരു പ്രത്യേകതയാണ്, അതിന് സുദീർഘമായ ഒരു കാലപ്പഴക്കം ഇല്ല. അഗ്നി അതിനെ ദഹിപ്പിക്കുന്നതാണ്, തീ അതിനെ കത്തിക്കുമ്പോൾ തന്നെ വെള്ളം അതിനെ അലിയിച്ച് കളയുന്നതാണ്, അശ്രദ്ധമായ കൈകൾ അതിനെ കീറിക്കളയും, ചിതലതിനെ അരിച്ചു കളയും. ലോകചരിത്രവും ഈ പുസ്തകവും വെച്ച് നോക്കുമ്പോൾ, നൂറ്റാണ്ടുകൾ എടുക്കുമ്പോൾ ഈ പുസ്തകത്തിന് നേരെ ഇതിനെ കത്തിക്കുവാൻ
ഇതിനെ നശിപ്പിക്കുവാൻ ഉണ്ടായ ശ്രമങ്ങളുടെ ചരിത്രം പഠിക്കുമ്പോൾ ഇതുപോലെ ഒരു പുസ്തകത്തിനെതിരെയും ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ വസ്തുതയിലെ അത്ഭുതം നമുക്ക് മനസ്സിലാകുന്നത്. 3-ാം നൂറ്റാണ്ടിലെ പ്രസിദ്ധനായ റോമൻ ചക്രവർത്തിയായിരുന്നു ഡയക്ലേഷ്യൻ. ഡയക്ലേഷ്യൻ ഒരു പ്രഖ്യാപനം തന്നെ നടത്തുവാനിടയായി. ഭൂമുഖത്തു നിന്ന് 5 വർഷത്തിനകം ബൈബിൾ അതിൻ്റെ കയ്യെഴുത്ത് പ്രതികൾ തുടച്ചു നീക്കണം. മുക്കിന് അച്ചടിശാലകളും പ്രസ്സുകളും ഉള്ള ഒരു കാലത്തല്ല ഡയക്ലേഷ്യൻ പ്രഖ്യാപനം നടത്തിയത്. കല്ലെഴുത്തിലും കോലെഴുത്തിലും ചുറ്റെഴുത്തിലും പാപ്പറീസ് ചെടിയുടെ ചുരുളിലും ഒക്കെ വിലയേറിയ കാര്യങ്ങൾ എഴുതി വെക്കുന്ന ഇവർ പ്രത്യേക കാലത്ത് 5 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു അജണ്ട. അനേകായിരം കയ്യെഴുത്ത് പ്രതികൾ അദ്ദേഹം കത്തിക്കുവാനിടയായി. അത് മാറോടടുക്കി പിടിച്ച അനേക കുടുംബങ്ങളിലെ ആളുകൾ രക്തസാക്ഷികളായി. ആ വീടുകളൊക്കെ കുപ്പക്കുന്നുകളായി മാറി. ഡയക്ലേഷ്യൻ 5 വർഷത്തിന് ശേഷം ഇങ്ങനെ പ്രഖ്യാപിച്ചു: നാം നമ്മുടെ ഉദ്യമത്തിൽ വിജയിച്ചു. ഭൂഗോളത്തിൽ നിന്ന് തന്നെ ബൈബിൾ തുടച്ചു മാറ്റപ്പെട്ട് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനവും ഡിക്ലറേഷനും എല്ലാം കഴിഞ്ഞ് ഏകദേശം 3 വർഷം കഴിഞ്ഞപ്പോൾ ഡയക്ലേഷ്യൻ മരിച്ചു. തെരുവിൽ ചാകുന്ന ഒരു പേപ്പട്ടിയെ പോലെ അദ്ദേഹം മരിച്ചു. ആ നൂറ്റാണ്ടിൻ്റെ അവസാനത്തിങ്കിൽ ആ കൊട്ടാരത്തിൽ നിന്ന് തന്നെ ഒരു ചക്രവർത്തി ക്രിസ്തുമതം സ്വീകരിച്ചു. ആ ചക്രവർത്തിയുടെ പേര് നിങ്ങൾക്കറിയാം, കുസ്തന്തീനോസ് അഥവാ കോൺസ്റ്റന്റൈൻ എന്ന് പറയുന്ന ചക്രവർത്തി. അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി: ബൈബിളിൻ്റെ ഒരു കയ്യെഴുത്ത് പ്രതിയെങ്കിലും ആരെങ്കിലും റോമൻ കൊട്ടാരത്തിൻ്റെ അകത്ത് കൊണ്ടെത്തന്നാൽ അവർക്ക് ധാരാളം സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി നൽകാം. പ്രിയപ്പെട്ടവരെ, ബൈബിളിൻ്റെ ഒരു കയ്യെഴുത്ത് പ്രതിയല്ല, 24 മണിക്കൂറിനകത്ത് ഏകദേശം 50ഓളം കയ്യെഴുത്ത് പ്രതികൾ ഏത് കൊട്ടാരത്തിൽ നിന്ന് ഇത് നശിപ്പിക്കണമെന്ന് പറഞ്ഞോ ആ കൊട്ടാരത്തിൻ്റെ അകത്ത് വരുവാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, ഇതിനെ നശിപ്പിക്കുവാൻ ഏതെല്ലാം ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്, ഇന്നും നടക്കുന്നു, നാളെയും നടക്കും. ഇല്ല, ഇത് തകരത്തില്ല. കാരണം ഇതിന്റെ പിൻപിൽ വ്യാപരിക്കുന്നത് ഒരു മാനുഷിക കരമല്ല. ഇതിന്റെ പിൻപിൽ വ്യാപരിക്കുന്ന അജണ്ട ഭൂമിയെ സൃഷ്ടിച്ച പരിശുദ്ധാത്മാവിന്റെ ചലിക്കുന്ന കൈയാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ചേർന്ന് സ്തോത്രം ചെയ്യാമോ? ബൈബിളിന്റെ പുരാതനത്വം പോലെ തന്നെ ബൈബിളിൻ്റെ പ്രത്യേകതയാണ് അതിൻ്റെ ആധുനികത. സ്തോത്രം. ഇതുപോലെ ആധുനികത അവകാശപ്പെടുവാൻ കഴിയുന്ന ഒരു മതഗ്രന്ഥവും ഒരു ചരിത്ര ഗ്രന്ഥവും ഇന്നത്തെ ലോകത്തിലില്ല. സ്തോത്രം. 1400 മുതൽ AD 90 വരെയുള്ള 1500 വർഷം കൊണ്ട് ഏകദേശം 40ഓളം എഴുത്തുകാരാൽ എഴുതപ്പെട്ട പുസ്തകമാണ് ഞാൻ പ്രസംഗിക്കുന്ന ഈ പുസ്തകം. AD 90 ശേഷം ഒരു വാക്കുപോലും ഇതിനകത്ത് കൂട്ടിയിട്ടില്ല. അങ്ങനെ തന്നെയാണ് പറയുന്നത്. കൂട്ടുന്നവനും കുറയ്ക്കുന്നവനും എല്ലാം ശപിക്കപ്പെട്ടവരാ. അതുകൊണ്ട് പെന്തക്കോസ്തുകാരെ, ഇന്ന് രാത്രി എനിക്ക് നിങ്ങളെ ഓർപ്പിക്കാനുള്ളത്, കൂട്ടാനും പോകരുത്, കുറയ്ക്കാനും പോകരുത്. നമ്മുടെ പിതാക്കന്മാർ പറഞ്ഞതുപോലെ ഉള്ളത് ശക്തിയോട് ഉറക്ക പറഞ്ഞോണം കേട്ടോ. കാലഘട്ടത്തെ നോക്കി പ്രവചിക്കണം. സ്തോത്രം. സന്തോഷമുണ്ടോ? പാരമ്പര്യത്തെയും പട്ടത്തെയും പൗരോഹിത്യത്തെയും പള്ളിമേടയും ത്യജിച്ചേച്ച് ഈ കറുത്ത പുസ്തകം മാറോടടുക്കി പിടിച്ച് ചൂട്ടുകറ്റയുടെ വെളിച്ചത്തിൽ പാടവരമ്പത്തൂടെ റബ്ബർ തോട്ടത്തിലൂടെയും ചെറ്റക്കൂടിനകത്ത് മുട്ടുമടക്കി നമ്മുടെ പിതാക്കന്മാർ ദൈവശക്തി ഏറ്റെടുത്ത് കാലഘട്ടത്തോട് വിളിച്ചു പറഞ്ഞ വചനം അഭിഷേകത്തിന്റെ ശക്തിയോട് ഉറക്കെ പറയാൻ. ഹല്ലേലൂയ. സ്തോത്രം. AD 90 ശേഷം ഒരു വരി പോലും കൂട്ടിച്ചേർത്തിട്ടില്ല. കൂട്ടാൻ ശ്രമിച്ചവർക്കൊക്കെ അത് അബദ്ധമായിട്ടിരിക്കുക. 1200കളിൽ ചിലരെല്ലാം കൂടെ കൂടി ഒരു 7 പുസ്തകം കൂടെ കൂട്ടിച്ചേർത്തു. കൂട്ടിയത് അവർക്ക് ആകപ്പാടെ പ്രശ്നമായി. 1500 ആയപ്പോഴത്തേന് അവർ കുംഭസാരം കൂടെ കൂട്ടി. ഇന്നിപ്പോൾ ആ പേര് കേൾക്കുന്ന, ആ വാക്ക് കേൾക്കുന്നത് തന്നെ അവർക്ക് പേടിയായിട്ട് മാറിയിരിക്കുക. അപ്പം കൂട്ടാൻ പോയ പ്രശ്നമാണ്, കുറയ്ക്കാനും പോകരുത്. AD 90 ശേഷം ഒരു വരി പോലും ഇതിനകത്ത് ചേർത്തപ്പെട്ടിട്ടില്ല. പക്ഷേ ഇത് ആധുനികതയുടെ പുസ്തകം. വൈദ്യശാസ്ത്രം സംബന്ധിച്ച് ഏറ്റവും പഴക്കമുള്ള പുസ്തകം സൽമോൻ്റെ എംബ്രിയോളജി എന്ന ബുക്ക്. ആ ബുക്ക് വെച്ച് ഒരു ഡോക്ടറും ഇന്ന് ചികിത്സ നടത്തുന്നില്ല. അങ്ങനെങ്ങാനും ഏതെങ്കിലും ഡോക്ടർ ചികിത്സ നടത്തിയാൽ ഉറപ്പായിട്ടും അവർ ജയിലിൽ പോകും. കാരണം നിയമം മൂലം
അതിനെ നിരോധിച്ചു കഴിഞ്ഞ പുസ്തകം. പക്ഷേ ബൈബിളിൻ്റെ ആധുനികത ലോകത്തിലെ സകല കണ്ടുപിടുത്തങ്ങൾക്കും കാരണമായി തീർന്നിരിക്കുന്നത് വിശുദ്ധ ബൈബിളാണ് എന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഭൂമി ഉരുണ്ടതാണെന്ന് ലോകത്തിന് വെളിപ്പെടുത്തിയത് ബൈബിളാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40:2 സദൃശവാക്യങ്ങളുടെ പുസ്തകം 8:27 ലോകത്തോട് ബൈബിൾ വിളിച്ചു പറഞ്ഞു, ഭൂമി ഉരുണ്ടതാ. ഭൂമിയെ നാസ്തിത്വത്തിൻ്റെ മേൽ അഥവാ അച്ചുതണ്ടിന്മേൽ നിർത്തിയിരിക്കുന്നുവെന്ന് ലോകത്തിന് വെളിപ്പെടുത്തിയത് ബൈബിളാണ്. ഇയ്യോബിന്റെ പുസ്തകം 26-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ ബൈബിൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഭൂമി നിലനിൽക്കുന്നത് അച്ചുതണ്ടില്ല. ശൂന്യാകാശത്തിന് അളക്കുവാൻ കഴിയാത്ത അതിരുകളുണ്ടെന്നും സമുദ്രത്തിൽ പ്രകൃതിദത്തമായ പാതകളുണ്ടെന്നും അതിലെ കൂടെ കപ്പലുകൾക്ക് യാത്ര ചെയ്യുവാൻ കഴിയുമെന്നും സഞ്ചാരികൾക്ക് മറുകര എത്താൻ കഴിയുമെന്നും ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്ത പുസ്തകം ബൈബിളാ. ഉൽപ്പത്തി പുസ്തകം 15:5 ഇരമ്യാവ് 33:22 ഈ വസ്തുത ബൈബിൾ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. സമുദ്രത്തിലെ പ്രകൃതിദത്തമായ പാതകളെ കുറിച്ച് 8-ാമത്തെ സങ്കീർത്തനം 8-ാമത്തെ വാക്യത്തിൽ ബൈബിൾ ലോകത്തോട് വിളിച്ചു പറയുവാനിടയായി. ബൈബിൾ ആധുനികതയുടെ പുസ്തകമാണ്. ബൈബിൾ അതുപോലെ തന്നെ പുരാതനത്വമുള്ള പുസ്തകമാണ്. അതുപോലെ തന്നെ ബൈബിളിൻ്റെ വേറൊരു പ്രത്യേകതയാണ് ബൈബിളിൻ്റെ ഐക്യത. ഞാൻ മുമ്പേ പറഞ്ഞു, BC 1400 മുതൽ AD 90 വരെയുള്ള 1500 വർഷം കൊണ്ട് 40ഓളം എഴുത്തുകാർ എഴുതിയ പുസ്തകം. 15 വർഷം കൊണ്ടല്ല, 150 വർഷം കൊണ്ടല്ല, ഏകദേശം 15 തലമുറകൾ. ആദ്യത്തെ എഴുത്തുകാരനും അവസാനത്തെ എഴുത്തുകാരനും തമ്മിലുള്ള അന്തരം 15 തലമുറകളുടെ അന്തരം. പക്ഷേ ഒരു ജനറേഷൻ ഗ്യാപ്പും ഇതിനകത്തില്ല. സ്തോത്രം. ആദ്യത്തെ പുസ്തകം ആരംഭിക്കുന്നത് ഇന്ന് കാണുന്ന ആകാശവും ഭൂമിയും എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടുവെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ പുസ്തകം ആരംഭിക്കുന്നതെങ്കിൽ ഇന്ന് കാണുന്ന ആകാശവും ഭൂമിയും മാറിയിട്ട് പുതിയൊരാകാശവും പുതിയൊരു ഭൂമിയും ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനത്തെ പുസ്തകം അവസാനിക്കുന്നത്. ഇന്ന് കാണുന്ന സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും സേവനത്തെക്കുറിച്ചും അതിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ചും അതിൻ്റെ പ്രകൃതിയെക്കുറിച്ചുമൊക്കെ ആദ്യത്തെ പുസ്തകം പറയുമ്പോൾ ഇന്ന് കാണുന്ന സൂര്യനും ചന്ദ്രനും അതിന്റെ സേവനം അവസാനിപ്പിക്കുകയും ദൈവം താൻ മനുഷ്യന് വെളിച്ചമായിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക കാലമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനത്തെ പുസ്തകം അവസാനിക്കുന്നത്. അതെ, ആദ്യത്തെ പുസ്തകത്തിന്റെ വിഷയം മനുഷ്യൻ സാത്താനാൽ വഞ്ചിക്കപ്പെടുകയും അവന്റെ സ്വാതന്ത്ര്യത്തിൽ അവൻ അടിമയാകുകയും ചെയ്യുന്നതിന്റെ വസ്തുത പറഞ്ഞതുകൊണ്ട് ആരംഭിക്കുന്നെങ്കിൽ അവസാനത്തെ പുസ്തകം ഉറക്കെ പറയുകയാണ്, മനുഷ്യർ സാത്താനെ പരാജയപ്പെടുത്തുകയും ദൈവത്തോട് കൂടെ ജയാളികളായി ജീവിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക കാലത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ പുസ്തകം അവസാനിക്കുന്നത്. അപ്പം ബൈബിളിന്റെ 3 പ്രത്യേകതകൾ: 1 പുരാതനത്വം, 2 അതിൻ്റെ ആധുനികത, 3 അതിൻ്റെ ഐക്യത, 4 അതിലെ വിഷയങ്ങൾ. ഇതുപോലെ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു പുസ്തകം ലോക ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ബൈബിൾ ചരിത്ര ഗ്രന്ഥമാണോ എന്ന് ചോദിച്ചാൽ ബൈബിളില്ലാത്ത ചരിത്രം ലോകത്തിൽ ഏത് ചരിത്രമുള്ളത്? ഹിസ്റ്ററി എന്ന വാക്ക് തന്നെ ഉണ്ടായത് ഹിസ്റ്റോറി എന്ന വാക്കിൽ നിന്നാണ്. ഹിസ്റ്റോറി, അവന്റെ കഥ. ആരുടെ കഥയാണെന്നറിയാവോ? നിത്യതയിലെ നിത്യനിർണയപ്രകാരം പിതാവിനാൽ അഭിഷക്തനായി കാലത്തിന്റെ തികവിൽ കന്യകയിൽ ജാതനായി കാനാവിൽ തുടങ്ങി കാൽവറി വരെ പ്രവർത്തികൾ തികച്ചെടുത്ത് 8 അടി വീതിയും 12 അടി നീളവും 84 കിലോയുമുള്ള ക്രൂശും ചുമന്ന് 14 പ്രാവശ്യം വീടുമെഴുന്നേറ്റിൻ കാൽവറിയിൽ കടന്നു എന്ന് കാൽക്കരം കാലിരും പണിക്ക് വിരിച്ചു കൊടുത്ത് കല്ലറ വരിക്കുകയും കാളവണ്ടി ചക്രത്തിന്റെ വലിപ്പമുള്ള കല്ലറയുടെ വാതില് ഉരുട്ട് ഉയർത്തെഴുന്നേറ്റ് തന്റെ പ്രിയപ്പെട്ടവർക്ക് പ്രത്യക്ഷനായിട്ട് തന്നെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാർക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ മധ്യസ്ഥത അണയ്ക്കുകയും താമസമിനോ തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ മടങ്ങി വരികയും ചെയ്യുന്ന നമ്മുടെ രക്ഷകനും ആരാധ്യ പുരുഷനുമായ യേശുവിന്റെ കഥ ഇന്ന് രാത്രി കര ഉയർത്തിക്കൊണ്ട് ഉറക്കെ പറ, അവനെ പോൽ ആരാധ്യൻ ആരുമില്ല, അവന്റെ ഒരൊറ്റ ആളുമില്ല. നമ്മുടെ യേശു ജനിച്ചതുപോലെ ആര് ലോകത്ത് ജനിച്ചിട്ടുണ്ട്? നമ്മുടെ യേശു ജീവിച്ചതുപോലെ ആര് ലോകത്ത് ജീവിച്ചിട്ടുണ്ട്? നമ്മുടെ യേശു പ്രസംഗിച്ചതുപോലെ ആര് ലോകത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട്? യേശുവിൻ്റെ പ്രസംഗം പോലെ ലോകത്തെ സ്വാധീനിച്ച ഏത് പ്രാസംഗികരുണ്ട്? യേശുവിൻ്റെ പർവ്വത പ്രസംഗം, മത്തായി സുവിശേഷം 5, 6, 7 അധ്യായത്തിലെ 111 വാക്യങ്ങൾ ഇന്ത്യയുടെ നവോത്ഥാന നായകന്മാരായിരുന്ന രാജാറാം മോഹൻ റോയ്, സ്വാമി വിവേകാനന്ദൻ, പണ്ഡിറ്റ് നെഹ്റു, മഹാത്മാഗാന്ധി എന്ന് വേണ്ട
ഇന്ത്യയിലെ സകല നവോത്ഥാന നായകന്മാരെ സ്വാധീനിച്ചിട്ടുള്ള 111 വാക്യങ്ങൾ. മഹാത്മാ ഒരിക്കൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഭഗവത്ഗീത എനിക്ക് നഷ്ടപ്പെട്ടാലും സാരമില്ല, ഗിരിപ്രഭാഷണം എൻ്റെ മനസ്സിലുണ്ടല്ലോ. അത്രയ്ക്കതരത്തെ സ്വാധീനിച്ച 111 വാക്യം. യേശു പ്രസംഗിച്ചതുപോലെ ആര് പ്രസംഗിച്ചിട്ടുണ്ട്? യേശു മരിച്ചതുപോലെ ആര് മരിച്ചിട്ടുണ്ട്? യേശുവിനെ അടക്കിയതുപോലെ ആരെ അടക്കിയിട്ടുണ്ട്? യേശു ഉയർത്തെഴുന്നേറ്റതുപോലെന്ന് പറയേണ്ട കാര്യമില്ല. ഉലക മഹാന്മാരാകിലരും ഒരുപോൽ കല്ലറയുടെ അകത്തുറങ്ങുമ്പോ നമ്മൾ ഇന്ന് രാത്രി ആരാധിക്കുന്നവൻ. യേശു ഇന്നും കല്ലറയിലായിരുന്നെങ്കിൽ ഒലവക്കോട് സെന്ററിന്റെ യോഗത്തെ ആരാധനാ യോഗമെന്നൊന്നും ഞാൻ വിശേഷിപ്പിക്കത്തില്ലായിരുന്നു, അനുശോചന യോഗമെന്ന് ഞാൻ വിശേഷിപ്പിക്കത്തുള്ളായിരുന്നു. കാരണം ഇവിടുത്തെ മഹാന്മാരുടെ ഒക്കെ കല്ലറയുടെ മുമ്പിൽ ആണ്ടുതോറും ആൾക്കാർ കടന്നു വന്നേച്ച് പുഷ്പചക്രം സമർപ്പിച്ച് റീത്തും സമർപ്പിച്ച് അനുശോചനം കഴിച്ചു മടങ്ങുമ്പോ ഇന്ന് രാത്രി നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് യേശുവിന് അനുശോചനം കഴിക്കാനല്ല. ഉറക്കെ പറയരുത്, യേശുവിനെ ആരാധിക്കാൻ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഉലക മഹാന്മാരകിലരും ഒരുപോലെ ഉറങ്ങുന്നു കല്ലറയിൽ, പക്ഷെ നമ്മുടെ യേശു മകേശൻ മാത്രം ഉയരത്തിൽ വാഴുന്നു. വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പുസ്തകം. ചരിത്രം എടുത്തോ, ബൈബിളില്ലാത്ത ചരിത്രമില്ല. ശാസ്ത്രീയ വിഷയം എടുത്തോ, ബൈബിളില്ലാത്ത ശാസ്ത്രമില്ല. കണക്കെടുത്തോ, കണക്ക് ആയുസിൻ്റെ കണക്ക് പറയുന്ന ഒരു പുസ്തകം ഉണ്ടെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന പുസ്തകമാണ്. തൻ്റെ സ്വന്തം സഹോദരൻ്റെ നിശ്ചലമായി കിടക്കുന്ന ശവശരീരത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് മോശ എന്ന് പറയുന്ന യുഗപുരുഷൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, ഞങ്ങളുടെ ആയുസ് എത്രയാണെന്ന് ഞങ്ങളെ ഒന്ന് ഉപദേശിച്ചു തരണമേ. ഇപ്പൊ ഞാൻ വിവരിക്കുന്നില്ല. ഇതുപോലെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പുസ്തകം. ബൈബിള് സ്വാധീനിച്ചിട്ടതുപോലെ ലോകത്തെ സ്വാധീനിച്ച പുസ്തകങ്ങൾ. സ്തോത്രം. ജൂലിയസ് സീസറിൻ്റെ യുദ്ധരേഖകൾ പരിശോധിക്കുമ്പോൾ ഒരു കൂട്ടം ആളുകളെ കുറിച്ച് അവർ എഴുതി വരികയാണ്. അവർ വളരെ കിരാതന്മാരാണ്. അവർ കൂട്ടമായി നിന്ന് അമ്പുകൾ എഴുത് ആളുകളെ കൊല്ലുന്നവരാണ്. നേതാവിൻ്റെ കഴുത്തറക്കുകയും തലയോട്ടി വലിയ ചെമ്പിനകത്ത് പുഴുങ്ങി ആ തലയോട്ടി വേർപെടുത്തിയെടുത്ത് അതിനകത്ത് രക്തം ശേഖരിച്ച് കുടിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളോർക്കും ജോൺ ചൗ എന്ന് പറയുന്ന മിഷണറിയെ വിഷയമ്പ് കൊണ്ട് എഴുതി കൊന്ന ആൻഡമാനിലെ ആ ദ്വീപുകാരെ കുറിച്ചാണ് പറയുന്നത്. നല്ല കേട്ടോ, ഈ ദ്വീപ് അലക്സാണ്ടറുടെ കാലം വന്നപ്പോഴത്തേന് ഏറ്റവും കൂടുതൽ മനുഷ്യാവകാശം സംസാരിക്കുന്നവരും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരുമായി മാറി. ആരായി ദ്വീപ് നിവാസികളെന്നറിയാമോ? സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമെന്ന് ലോകചരിത്രത്തിൽ ഒരിക്കൽ അറിയപ്പെട്ട ബ്രിട്ടീഷ് ജനതയില്ലേ, ഇവരുടെ ആദ്യകാല അനുഭവം ഞാൻ ഇന്ന് രാത്രി ആദ്യം പറഞ്ഞത്. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യാവകാശം പ്രഖ്യാപിക്കുന്നവരായി ആ ദ്വീപുകാർ മാറി. എന്താ വരെ മാറ്റിയത്? മറ്റൊന്നുമല്ല, പൗരസ്ത്യ ദേശത്ത് നിന്ന് പാപം പിടിച്ച മിഷണറിമാർ ഈ ബൈബിളും കൈ പിടിച്ചുകൊണ്ട് പാശ്ചാത്യ നാട്ടിൽ ചെന്നു. പാശ്ചാത്യ നാട്ടിനെ സുവിശേഷം ഇളക്കി മറിച്ചു. ഒരു സംസ്കാരം സുവിശേഷം ആ നാടിന് നൽകി. ഇന്ത്യയെ മാറ്റിയത് സുവിശേഷമല്ലേ? 5,89,179 ഗ്രാമങ്ങൾ ഇന്ത്യയിലുണ്ടെന്നാണ് പറയുന്നത്. 4,635 ജാതികൾ ഇന്ത്യയിൽ താമസിക്കുന്നു. എവിടെയൊക്കെ ബൈബിള് ചെന്നിട്ടുണ്ടോ അവിടെയെല്ലാം മാറ്റം ഉണ്ടായിട്ടുണ്ട്. സ്തോത്രം. നമ്മുടെ കേരളത്തിനൊക്കെ ഉണ്ടായ മാറ്റം. ഇന്നും നമ്മുടെ നാട്ടിലെ സ്കൂളുകളുടെ പേര് പള്ളിക്കുടങ്ങളെന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പള്ളിയോട് ചേർന്ന് സ്ഥാപിച്ചത് കൊണ്ട് അതിൻ്റെ പേരെന്താ? പള്ളിക്കുടങ്ങൾ. ഈ പള്ളിക്കുടങ്ങളിലെ പഠിപ്പുകളല്ലേ ഈ നാടിന് നവോത്ഥാനം നൽകിയത്. ഹർമീസ് പാതിരി, വില്യം കേറി, രംഗൽ ട്യൂബ് തുടങ്ങിയ മിഷണറിമാര് വന്ന് ഈ നാടിന് നൽകിയ വെള്ളി വെളിച്ചമല്ലേ നവോത്ഥാനത്തിന്റെ വെള്ളി വെളിച്ചമായി ഈ നാട്ടിൽ കത്തിപ്പടർന്നത്. ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാരും സാമൂഹിക പരിഷ്കർത്താക്കളും ഒക്കെ നവോത്ഥാനത്തെക്കുറിച്ച് ഘോരം പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾ അതിധൈര്യത്തോടും അഭിമാനത്തോടും ഉറക്കെ പറയുന്നു, ഇന്ത്യയുടെ ഗ്രാമവീഥികൾക്ക് നവോത്ഥാനത്തിന്റെ വെള്ളി വെളിച്ചമേകുവാൻ കാരണമായി തീർന്നത് ബൈബിളും കൊണ്ടുവന്ന മിഷണറിമാരാ. സ്തോത്രം. ഇന്ത്യയിലെ ആദ്യത്തെ പത്രം അച്ചടിച്ചത് വില്യം കേറി. എന്താ പത്രത്തിൻ്റെ പേര്? സമാചാർ ദർപ്പൺ.
എന്നാ കാരണം അതുണ്ടാകാൻ? അദ്ദേഹം ഒരു ഗ്രാമത്തിലൂടെ നടന്നു വരുന്നു. അന്നേരം കണ്ടു ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുന്നു. അദ്ദേഹത്തെ ചിതയിലേക്ക് വെക്കാൻ പോവുകയാണ്. ആ ചിതയുടെ അരികിൽ 34 സ്ത്രീകളെ ചങ്ങലയിട്ട് നിർത്തിയിരിക്കുന്നു. അപ്പോൾ ചോദിച്ചു, എന്താ ഇതിൻ്റെ കാരണം? അന്നേരം അവർ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലെ ഒരു ആചാരമുണ്ട്, ഭർത്താവ് മരിച്ചാൽ ആ ചിതയിൽ ഭാര്യ ചാടി മരിക്കുന്ന ഒരു ആചാരം, സതി. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഒരു സ്ത്രീ പോരായോ? അവർ പറഞ്ഞു, പറ്റില്ല. ഈ മനുഷ്യൻ ജീവിച്ചിരുന്ന കാലത്ത് 34 സ്ത്രീകളെ വിവാഹം കഴിച്ചു, സംബന്ധം കഴിച്ചു, വേളി കഴിച്ചു. അതുകൊണ്ട് 34 പേരും മരിക്കണം. എന്തൊരു ദുരാചാരം! ഇതിനു നേരെ വില്യം കേറി എന്ന് പറയുന്ന മിഷണറി പ്രാർത്ഥനയോട് ആരംഭിച്ച പത്രമാ സമാചാർ ദർപ്പൺ. അതല്ലേ ഇവിടുത്തെ നവോത്ഥാന നായകന്മാരെ സൃഷ്ടിച്ചത്. ഇന്ന് രാത്രി ഞങ്ങൾ ഉറക്കെ പറയുന്നു, നാടിന് വെളിച്ചം നൽകുവാൻ സുവിശേഷത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അതുപോലെ തന്നെ ബൈബിളിൻ്റെ 7ാമത്തെ പ്രത്യേകത, ബൈബിൾ അത് ആശ്വാസം നൽകുന്ന പുസ്തകം. ഇതുപോലെ ആശ്വസിപ്പിക്കുന്ന പുസ്തകം വേറെ ഏതുണ്ട്? സ്തോത്രം. ബൈബിൾ ലോകത്തോട് ചോദിക്കുന്ന വലിയൊരു ചോദ്യ, പെറ്റതുള്ള തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ദൈവമക്കളൊക്കെ ഒന്ന് ആമേൻ പറഞ്ഞോണേ. സാധാരണ അമ്മയല്ല, പ്രസവിച്ചമ്മ. എന്താ ഈ പ്രസവിക്കുന്ന അമ്മയുടെ പ്രത്യേകത? ഒരു സ്ത്രീ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദനയാണ് പ്രസവവേദന. ഒരു സ്ത്രീ എന്നല്ല, ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന. സാധാരണ മനുഷ്യന് താങ്ങാൻ പറ്റുന്ന വേദന എന്ന് പറയുന്നത് 47 യൂണിറ്റാണ്. 48 യൂണിറ്റ് വേദന വന്നാൽ ആളിൻ്റെ ബോധം പോകും. അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പം പറയാറില്ലേ, ഞാൻ നോക്കി നിന്നപ്പം ആളിൻ്റെ ബോധം പോയി. കാര്യം വേദന എത്ര യൂണിറ്റ് വന്നെന്നറിയോ? 48 യൂണിറ്റ്. ഒരമ്മ പ്രസവിക്കുമ്പോൾ അവരനുഭവിക്കുന്ന വേദന വൈദ്യശാസ്ത്രത്തിൻ്റെ കണക്കനുസരിച്ച് ഏകദേശം 57 യൂണിറ്റ് വേദനയാണ് ആ സമയത്ത് ആ സ്ത്രീ അനുഭവിക്കുന്നത്. 57 യൂണിറ്റ് വേദന എന്ന് പറയുമ്പോൾ ഏകദേശം അതിനെക്കുറിച്ച് പറയുന്നത് മനുഷ്യ ശരീരത്തിലെ 20 പച്ച അസ്ഥികൾ ഒരുപോലെ ഒടിയുകയോ അതിൻ്റെ സ്ഥാനം തെറ്റുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേദനയാണ് എന്ത്? പ്രസവ വേദന. ഈ സമയത്ത് അമ്മയുടെ ബോധം പോകുന്നുണ്ടോ? ഉണ്ടോ? ഓ, പ്രസവിച്ചവരൊക്കെ ഒന്ന് ഉറക്കെ പറഞ്ഞേന്നേ. നിങ്ങൾക്ക് മടിയാണ്, ഞാൻ പറയാം അല്ലേ, പിന്നെ ഞാൻ പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. സ്വത്രം. എനിക്ക് 3 മക്കളാണ്. ആദ്യത്തെ 2 പേരെയും പ്രസവിച്ച സമയത്ത് ഞാൻ സുവിശേഷ പ്രഭാഷണത്തിന് വേണ്ടി പല സ്ഥലങ്ങളിൽ പോയോണ്ട് ആ പ്രസവത്തിൻ്റെ ഡേറ്റിൽ നാട്ടിലില്ലായിരുന്നു. 3ാമത്തെ ആളെ പ്രഗ്നൻ്റ് ആയപ്പോഴേ എൻ്റെ ഭാര്യ പറഞ്ഞു, അച്ഛാ ഈ പ്രാവശ്യമേലും പ്രസവത്തിൻ്റെ സമയത്ത് നാട്ടിൽ കാണണം. കാര്യം ഞാൻ അനുഭവിച്ച വേദനയും കഷ്ടപ്പാടും ഒന്നും നിന്ന് വരെ നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. അതുകൊണ്ട് ഈ പ്രാവശ്യമേലും നാട്ടിൽ കാണണം. ഞാൻ ചോദിച്ചു, എന്ന് മുതൽ? അത് മാർച്ച് 21 ഡേറ്റ്. ഒരു 16-ാം തീയതി മുതലേലും ഇവിടെ കാണണം. 11-ാം തീയതി അടൂരെ ബെഞ്ചമിൻ ചാൻ്റെ സെൻറ്ററിൽ ഞാനൊരു യോഗത്തിന് പ്രസംഗിക്കാൻ പോയി. ആ പോയ പോക്കിന് അവൾക്ക് പ്രസവവേദന കൂടി തിരുവല്ലയിലെ ആശുപത്രിയിലും കൊണ്ടുപോയി. എന്താന്നേലും ഞാൻ അടൂരൂന്ന് പ്രസംഗിച്ചേച്ച് തിരിച്ചു വരുന്നതിന് മുമ്പ് പ്രസവം കഴിഞ്ഞു. തിരുവല്ലയിലെ ആശുപത്രി ചെന്നപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചത് വേദനയുണ്ടായിരുന്നു എന്നാണ്. അന്നേരം അവൾ ചോദിക്കുക, എന്തോ ചോദ്യം മനുഷ്യ നിങ്ങൾ ഈ ചോദിച്ച വേദനയുണ്ടായിരുന്നു? അന്നേരം ഞാൻ ചോദിച്ചു, ബോധമൊന്നും പോയില്ല. അന്നേരം ഞാൻ ചോദിച്ചു, നീ എന്തോ അന്നേരം ചിന്തിച്ചുകൊണ്ടിരുന്നത്? അന്നേരം അവൾ പറയാ, കൊച്ചാണാന്നോ പെണ്ണാന്നോ എന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നതെന്ന്. കൊച്ചാണാന്ന് മനസ്സിലായപ്പോൾ പിന്നെ ഞാൻ ചിന്തിച്ചത് കൊച്ചി കരയുന്നുണ്ടോ എന്നാണ് ഞാൻ ചിന്തിച്ചത്. അപ്പോൾ ഒരമ്മയുടെ മനസ്സ് മുഴുവൻ അവരുടെ അല്ലേ, കുഞ്ഞ് കരഞ്ഞില്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ നാളകളെ അത് ബാധിക്കുന്ന ഭാവിയുടെ പ്രശ്നമാണെന്ന് ഏതമ്മയ്ക്കും അറിയാം. അതുകൊണ്ട് പ്രസവിക്കുമ്പോൾ ആദ്യം അവർ നോക്കുന്നത് കുഞ്ഞ് കരയുന്നുണ്ടോ എന്നാ. ഇങ്ങനെ ഓർത്ത് പ്രസവിക്കുന്ന അമ്മ മറക്കുവോ? മറക്കാമെന്നതിൻ്റെ തെളിവാ കേരളത്തിലെ അമ്മത്തൊട്ടിലുകൾ. എന്താ അമ്മത്തൊട്ടിൽ എന്ന് പറയുന്ന സംരംഭം എന്താണെന്നറിയാവോ? വേണ്ടാത്ത കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെ ആ സ്ഥലത്ത് കൊണ്ടിട്ടാൽ മതി, ഗവൺമെൻറ് അവരെ എന്ത് ചെയ്തോളും, ഏറ്റെടുത്ത് വളർത്തിക്കോളും. ഞാൻ പറഞ്ഞെന്നും
പറഞ്ഞ് ആരും കൊണ്ടിട്ടേക്കല്ലേ, ഉള്ളതിനെ ഒന്നും കൊണ്ടിട്ടരുത്. അങ്ങനെ 3 അമ്മത്തൊട്ടിലായിരുന്നു ആദ്യം കേരളത്തിലുണ്ടായിരുന്നത്. എവിടൊക്കെയാ? ഒന്ന് തിരുവനന്തപുരത്ത്, പിന്നൊന്ന് എറണാകുളത്ത്, പിന്നൊന്ന് കോഴിക്കോട്. പര്യാപ്തമല്ലെന്ന് കണ്ടപ്പം ഗവൺമെൻറ് പറഞ്ഞു എല്ലാ ജില്ലയിലും അമ്മത്തൊട്ടിൽ വേണം. എല്ലാ ജില്ലയിലും വന്നപ്പം പറഞ്ഞു പോരാ, എല്ലാ താലൂക്കിലും വേണം. എല്ലാ താലൂക്കിലും വന്നപ്പോഴും ഇപ്പം പറയാ പോരാ, എല്ലാ പഞ്ചായത്തിലും വേണമെന്ന്. കുറച്ച് കഴിയുമ്പം പറയാം എല്ലാ പഞ്ചായത്തിലും പോരാ, എല്ലാ വീടിൻ്റെ മുമ്പിലും ഓരോ അമ്മത്തൊട്ടിൽ വേണമെന്ന് പറയും. അങ്ങനത്തെ ഒരു കാലം വന്നാലും നിങ്ങൾ ഭയപ്പെടണ്ട. അമ്മ മറന്നാലും ദൈവം ഓർത്തോണ്ടല്ലേ ഇന്ന് രാത്രി ചിരിച്ചോണ്ട് ഇവിടെ ഇരിക്കാൻ പറ്റുന്നത്. അങ്ങനെയാണ് ദൈവമക്കൾ ഉറക്കെയ വലത്തെ കര ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറ, അമ്മ മറന്നാലും മറക്കാത്ത ദൈവം. എന്തോ ഒരു ദൂതൂടെ അവിടെ നിന്ന് പറയാൻ ദൈവം എന്നെ പ്രേരിപ്പിക്കുക. വളരെ വേദന അനുഭവിക്കുന്ന ദൈവം ഇതിലെ സത്യസന്ധമായ വിശ്വാസ ജീവിതം അതൊരു മരുപ്രയാണ യാത്രയച്ചാ. അവിടെ ചൂടേറിയ ഉഷ്ണക്കാറ്റുകൾ സാർവത്രിക. യാത്രയുടെ നീളം കൂടുന്തോറും വഴിയിൽ തളരുവാൻ സാധ്യതകൾ ഏറെയാ. തളരുന്ന ദൈവം ഇതിലെ നിനക്കുള്ളതായി ഇന്ന് രാത്രിയിലെ ഈ സന്ദേശം, നിനക്കുള്ളതായി ഈ വാഗ്ദത്തം. അമ്മ മറന്നാലും മറക്കാത്ത ദൈവം. ഭക്തനായ ഒരു ദൈവ മനുഷ്യനുണ്ടായിരുന്നു. ബൈബിൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ഒരു കഥാപാത്രം. ആ മനുഷ്യൻ്റെ സ്വത്തും സമ്പത്തും ഒക്കെ വളരെ ആയിരുന്നു. ആ വീടിനെ കേൾക്കുമ്പോഴേ എന്നാ രസ. 50,000 ആടും 30,000 ഒട്ടകവും, പിള്ളേർക്കെല്ലാം വീടും. വൈകിട്ട് എല്ലാ വീട്ടിലും പാർട്ടി. വൈകിട്ടത്തെ പാർട്ടിയുടെ ഇടയിൽ പിള്ളേർ കൂടുന്ന സമയത്ത് എന്തെങ്കിലും പെട്ടുവാക്കോ പിഴവാക്കോ ഒക്കെ ഉണ്ടായാൽ അതിൻ്റെ പേര് രാവിലെ യാഗം നടത്തുന്ന അപ്പനും. അപ്പം വൈകിട്ട് ഈറ്റിങ്ങും രാവിലെ ഫാസ്റ്റിങ്ങും നടക്കുന്ന ഭയങ്കര വീട് അല്ലേ. ഈ വീടിനെ പൊളിക്കാനായിട്ട് പിശാച് ഒരു ശ്രമം നടത്തി. ആരാധിക്കുന്ന നിന്നെ പൊളിക്കാൻ ഒരു ശ്രമമുണ്ട് കേട്ടോ. ചിലതൊക്കെ ദൈവം അനുവദിക്കുന്നത് നിന്നെ ഒന്ന് ഒരച്ച് പുറത്ത് കൊണ്ടുവരാനാണെന്ന് ഇന്ന് രാത്രി വിശ്വസിച്ചോണം. ഒന്നുകൂടെ ഒന്ന് പ്രകാശിപ്പിക്കാൻ, ഒന്നുകൂടെ ഒന്ന് കത്തിക്കാൻ, ഒന്നുകൂടെ ഒന്ന് ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കാൻ, ഒന്നുകൂടെ ഒന്ന് ശക്തമാക്കാൻ. അങ്ങനെ പൊളിച്ച് അങ്ങനെ തൊലിപ്പറം വരെ പൊളിച്ചു. ആ സമയത്ത് ഭാര്യ പോലും തള്ളി. ദൈവത്തിന് സ്തോത്രം. കൂട്ടുകാരും നാട്ടുകാരും എല്ലാം തള്ളി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇയ്യോബ് എന്ന് ആഗ്രഹിച്ചത്, ഇതൊക്കെ എനിക്ക് പ്രശ്നമല്ല, ഇതിൻ്റെ നടുവിൽ എൻ്റെ ദൈവം എന്നോട് സംസാരിക്കും. ആ സംസാരം കേൾക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുക. സംസാരം കേൾക്കാനായിട്ട് ഇരിക്കുമ്പോഴാണ് ഇയ്യോബിനോട് ദൈവം എന്ന് സംസാരിക്കുന്നത്. ഞാൻ ആദ്യം വായിച്ചിട്ട് മനസ്സിലാകുന്ന ഭാഷയിലൊന്നുമല്ല ദൈവം സംസാരിച്ചത്. എനിക്ക് തോന്നുന്നത് ഇതൊന്നും കേട്ടാൽ മനസ്സിലാകുന്ന ഒരു മാനസികാവസ്ഥയല്ല ഇയ്യോബിൻ്റെ മാനസികാവസ്ഥ. അത്രയ്ക്ക് വല്ലാത്ത ഒരവസ്ഥ. വേണ്ട, ഇത്രയൊന്നും വേണ്ട. ഒരു ചെറിയ തലവേദനയൊക്കെ വന്ന് സന്ധ്യയ്ക്ക് കുറച്ച് വിക്സൊക്കെ പുരട്ടിയേച്ച് ലൈറ്റിംഗ് എടുത്തേച്ച് നമ്മൾ കിടക്കുമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പഴയ നമ്മുടെ നാടൻ രീതി അനുസരിച്ച് തുണിക്കകത്ത് കടുക് ചുരുട്ടത്തില്ലേ, തുണിക്കകത്ത് കടുക് ചുരുട്ടിയേച്ച് അതിങ്ങനെ നെറ്റിക്ക് മുറുക്കി വലിച്ചു മുറുക്കി കെട്ടി ഇങ്ങനെ ലൈറ്റ് വെട്ടം പോലും കാണാതെ കിടക്കുന്ന സമയത്ത് ആരേലും പിള്ളാരോ അല്ലെങ്കിൽ എന്നും വർത്താനം പറയുന്ന അച്ചായനോ ഒക്കെ വന്നേച്ച് നമ്മളോട് ചോദിക്കുക, ബ്രദറെ, പാസ്റ്ററെ, അച്ഛ, ഈ ഉത്തര കൊറിയയും ട്രംപും തമ്മിലുള്ള ചർച്ചയുടെ അടുത്ത ഘട്ടം എന്താകുമെന്നൊക്കെ ചോദിച്ചാൽ ബാക്കി എന്താ പറയുന്നത് നമുക്കറിയാമല്ലോ. അങ്ങനല്ലേ ഇയ്യോബിനോട് ദൈവം സംസാരിച്ച്? എന്തെല്ലാം ചോദ്യം ചോദിച്ച്, മഹാനക്രത്തെ ചൂണ്ടലിട്ട് പിടിക്കാവോ? മഴയ്ക്ക് അപ്പനുണ്ടോ? കാട്ടാടുകളുടെ പ്രസവകാലം നിനക്കറിയാവോ? അയ്യോ, മനുഷ്യന് മനസ്സിലാകുന്ന ഒന്നുമല്ല ചോദിച്ചേ. അങ്ങനെ ചോദിച്ചു വരുന്ന കൂട്ടത്തിൽ ഇയ്യോ പറയാ, ദൈവമേ നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ ഇയ്യോബിനോട് പറഞ്ഞു. ചുമ്മാ ഒരു ഭംഗിവാക്കങ്ങ് പറഞ്ഞതല്ലേ. ഈ ഉപദേശിമാരൊക്കെ പറയുന്ന പോലെ ചുമ്മാ ഒരു തൃപ്തിപ്പെടുത്താൻ വേണ്ടി അല്ലല്ലല്ല. അതാ ഈ ദൈവിക ഇടപെടലിൻ്റെ പ്രത്യേകത. എല്ലാം ഒന്നും ഇപ്പം മനസ്സിലായില്ലെന്ന് വരാം, പക്ഷെ എല്ലാം തെളിവായി മനസ്സിലാകുന്നൊരു ദിവസം ഉണ്ടല്ലോ. അതുകൊണ്ടല്ലേ ഭക്തൻ പാടിയത്, നിത്യത പുലരുമ്പോൾ ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്ന്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ചിലതിനൊന്നും ഉത്തരവില്ലെന്നോർത്ത് ഭാരപ്പെടുവൊന്നും വേണ്ട. ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്ന് തെളിയുന്ന, അത് തിട്ടമായി വ്യക്തമായി ദൈവത്തിൻ്റെ കരുതൽ വെളിപ്പെടുന്ന അനാദിനാഥൻ യേശുവൻ ബലം. എത്ര പേർക്ക് ഇന്ന് രാത്രി ധൈര്യത്തോടെ പറയാം? എത്ര പേർ ഉറക്കെ പറയും, എൻ്റെ ദൈവം എന്നെ വിളിച്ചത് വെറുതെ ഒന്നും അല്ല, എല്ലാത്തിനും ഉത്തരം തരുന്ന ഒരു ദിവസമുണ്ട്. എല്ലാം ഒന്നും മനസ്സിലായില്ലേലും ഒരു വാക്കേലും നിങ്ങളോടുള്ള സന്ദേശം.
ഇന്ന് രാത്രി ഇവിടെ ഉയരുന്ന പ്രാർത്ഥന, ഇവിടെ ഉയരുന്ന പാട്ട്, ഇവിടെ ഉയരുന്ന സന്ദേശം, ഇതിനകത്ത് എല്ലാം മനസ്സിലായില്ലേലും ഒരു വാക്കെങ്കിലും ദൈവം നിങ്ങളോട് സംസാരിക്കും. ഇയ്യോബിനോട് സംസാരിച്ച കൂട്ടത്തിൽ ഒരു വാക്ക് എന്നെ ഭയങ്കരമായിട്ട് അങ്ങ് പിടിച്ചു നിർത്തി. ഇയ്യോബിനോട് ദൈവം ചോദിച്ചൊരു ചോദ്യം, ഇയ്യോബേ, കാക്കക്കുഞ്ഞുങ്ങൾ ഇര കിട്ടാതെ വിശന്നിരിക്കുമ്പം അതിന് തീനെത്തിച്ചു കൊടുക്കുന്നവൻ. ഈ വാക്കിൻ്റെ ആഴം എനിക്ക് മനസ്സിലായത് 1991 മനോരമ പത്രത്തിലെ സൺഡേ സപ്ലിമെൻറ്റിൽ ഒരു പക്ഷിശാസ്ത്രജ്ഞൻ കാക്കയെക്കുറിച്ചൊരു ലേഖനം എഴുതിയത് അടുത്ത കാലത്ത് ഞാൻ വായിച്ചു. അത് വായിച്ചപ്പം ആ ശാസ്ത്രജ്ഞൻ പറയാ, കാക്കയ്ക്ക് കുഞ്ഞുണ്ടാകുമ്പോൾ 7 ദിവസത്തേന് ഒരു കരപദാർത്ഥവും ഒരു ദ്രവപദാർത്ഥവും കാക്കക്കുഞ്ഞിൻ്റെ വയറ്റിൽ ദഹിക്കത്തില്ല. നമ്മളും ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ്. കാക്കക്കുഞ്ഞിനെ മുലയൂട്ടുന്നത് നമ്മൾ ആരും ഇന്ന് വരെ എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. പിന്നെ നമ്മൾ കാണുന്ന ഒരു കാര്യം, ഇടയ്ക്കിടയ്ക്ക് ഈ തള്ളക്കാക്ക ചെന്നേച്ച് വാ പൊളിച്ച് ഏതാണ്ട് കൊടുക്കുക അല്ലെന്നാ ശാസ്ത്രജ്ഞൻ പറയുന്നത്, അണ്ണാക്കിലോട്ട് കൊത്തുക എന്നാണ് പറയുന്നത്. കൊത്തുമ്പോൾ ഉണ്ടല്ലോ ഈ കുഞ്ഞുകാക്ക എന്നെ എടുക്കുന്നറിയോ, വാ തുറന്നേച്ച് ക്ര 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 എന്നലയ്ക്കും. അലയ്ക്കുമ്പോൾ എന്നാ സംഭവിക്കുന്നറിയോ, അന്തരീക്ഷത്തിൽ നിന്ന് ഹൈഡ്രജനും നൈട്രജനും ഓക്സിജനും എല്ലാം കൂടെ ഇതിൻ്റെ തൊണ്ടയ്ക്കൂടെ അങ്ങ് കയറി ചെല്ലും. അങ്ങനെ കയറി ചെന്ന നൈട്രജൻ ഉണ്ടല്ലോ ഇതിൻ്റെ തൊണ്ടയ്ക്കൂന്ന് വരുന്ന ഒരു സ്രവവുമായിട്ട് അങ്ങ് കൂടിച്ചേരും. അപ്പോൾ അതെന്തായിട്ട് മാറുമെന്നറിയാവോ, ഗ്ലൂക്കോസായിട്ട് മാറും. അപ്പം കാക്കക്കുഞ്ഞ് 7 ദിവസം കഴിക്കുന്ന എന്താണെന്നറിയോ, ഗ്ലൂക്കോസാ. അപ്പം കാക്കക്കുഞ്ഞിന് ഗ്ലൂക്കോസ് കൊടുക്കുന്ന ദൈവം നമ്മുടെ ദൈവമെങ്കിൽ നിന്റെ പ്രശ്നത്തിനകത്ത് ദൈവത്തിൻ്റെ ഇടപെടൽ സംഭവിക്കുമെന്ന് ഇന്ന് രാത്രി എന്നോട് ദൈവാത്മാവ് പറയുന്നത് കൊണ്ട് ശക്തമായി ഞാൻ വിളിച്ചു പറയുകയാ. ദൈവമോ രാപകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായി വേഗത്തിൽ പ്രതിക്രിയ നടത്തി ഒരു ഇടപെടൽ ഉണ്ട്, ഒരു ദൈവപ്രവൃത്തി ഉണ്ട്, ഒരു വിടുതൽ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി കരം തട്ടിക്കൊണ്ട് ഉറക്കെ പറ, എന്റെ വിഷയത്തിനകത്തൊരു ദൈവപ്രവൃത്തി. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. അല്ലെ, അനാഥത്വം എന്ന വാക്ക് ലോകത്തിൽ ആദ്യം ഉപയോഗിച്ചത് വിഷവിഖ്യാത ഗ്രീക്ക് ചിന്തകനായിരുന്ന പ്ലേറ്റോയാ. പ്ലേറ്റോ വാക്ക് ഉപയോഗിക്കാൻ കാരണമുണ്ട് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഗുരുവും ലോകപ്രശസ്ത ചിന്തകനുമായിരുന്ന സോക്രട്ടീസ് മരിച്ച ദിവസം പ്ലേറ്റോ പറഞ്ഞ വാക്കാ, ഞങ്ങൾ അനാഥരായി. വി ആർ ഓർഫൻസ്. ഓർഫനോസ് എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം മാതാപിതാക്കൾ നഷ്ടപ്പെട്ടതോ ഉറ്റവരുപേക്ഷിച്ചതോ അടിമപ്പെടുന്നതോ ആയ ഒരവസ്ഥയാണ് അനാഥത്വം. യേശു പറയുകയാ, നിങ്ങളെ ഞാൻ അടിമകളായി വിടാൻ സമ്മതിക്കത്തില്ല, നിങ്ങളെ ഇന്ന് രാത്രി ഞാൻ സ്വതന്ത്രനാക്കാൻ ആഗ്രഹിക്കുക. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഈ രാത്രിയിലെ സന്ദേശം ഈ ദേശത്തിന്റെ സ്വാതന്ത്ര്യമാണെന്ന് വിശ്വസിക്കുന്ന? ഞാനിവിടെ ചുമ്മാതെ വന്ന് പറയുകയല്ല. ദൈവസന്നിധി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്നെ ഏൽപ്പിച്ച ഒരു ദൂത്, ഈ ശബ്ദവാഹിനിയുടെ ശബ്ദസീമയ്ക്കകത്ത് ചില കുടുംബങ്ങളുടെ സ്വാതന്ത്ര്യമായി ഇന്ന് രാത്രി വെളിപ്പെടുന്നത് ആത്മാവി കണ്ടുകൊണ്ട് ഈ രാത്രി ഞാൻ സംസാരിക്കുന്നത്. ബൈബിൾ പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ സംബന്ധിക്കുന്ന വലുതും ചെറുതുമായ 150 സംഭവങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സുവിശേഷങ്ങളിൽ. 4 സുവിശേഷങ്ങളിൽ 150 സംഭവങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശു പറഞ്ഞ 39 ഉപമകളും യേശു ചെയ്ത 35 അത്ഭുതങ്ങളും ഉൾപ്പെടെ 150 സംഭവങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ യോഹന്നാൻ എന്ന സുവിശേഷകനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ എഴുത്തുകൾക്ക് 3 പ്രത്യേകതയുണ്ടായിരുന്നു. യോഹന്നാൻ കേട്ടെഴുതുന്ന ആളല്ല, കണ്ടാലേ എഴുതത്തുള്ളൂ. അങ്ങനെ കണ്ടെഴുതുന്ന യോഹന്നാൻ്റെ എഴുത്തുകൾക്ക് 3 പ്രത്യേകതയാണുള്ളത്. യോഹന്നാൻ എഴുതുന്നതിൻ്റെ ഒന്നാമത്തെ ഉദ്ദേശം യേശുവിൻ്റെ ദൈവത്വം സ്ഥാപിക്കാനാണ് യോഹന്നാൻ എഴുതുന്നത്. യോഹന്നാൻ ഒറ്റ കാര്യമേ പറയാനുള്ളൂ, യേശു ദൈവമാണ്. അതിനുവേണ്ടി അങ്ങ് ആദിയിലോട്ട് തൻ്റെ ശ്രോതാക്കളെ കൊണ്ടുപോകുക. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ പാർത്തു. ഏത് അധ്യായം എടുത്തു ദൈവം എന്നൊരു വാക്ക് അതിനകത്ത് കാണാം. കെനോസിസ് എന്ന വാക്കാണ് യോഹന്നാൻ ഉപയോഗിക്കുന്നത്. കൊലോസ് ലേഖനം 1:15
ഗ്രീക്കിലും അതേ വാക്കാ കെനോസിസ്. കെനോസിസ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം പരിത്യജിക്കുക, രാജിക്കത്ത് നൽകുക, ഇറങ്ങി വരിക എന്നൊക്കെയാ. അപ്പോൾ ആദ്യത്തെ രാജിക്കത്ത് നൽകിയത് ആരാന്നറിയോ? യേശു. ആർക്ക്? പിതാവായ ദൈവത്തിന്. എന്താ രാജിവെച്ചത്? ദൈവത്വം രാജിവെച്ചു. എന്നിട്ട് ഇറങ്ങി വന്നു. ആരായിട്ട് ഇറങ്ങി വന്നെന്നറിയോ? മനുഷ്യനായിട്ട് ഇറങ്ങി വന്നു. ഈ ആധുനിക ലോകം നേരിടുന്ന രണ്ട് അപകടങ്ങൾ പഠിക്കുമ്പോഴാണ് ഈ വസ്തുതയുടെ ആഴം നമുക്ക് മനസ്സിലാകുന്നത്. എന്തൊക്കെയാ ലോകം നേരിടുന്ന രണ്ട് അപകടങ്ങൾ? ഒന്ന്, ലോകത്തിൻ്റെ ഒന്നാമത്തെ പ്രശ്നമാണ് മനുഷ്യരൊക്കെ ദൈവങ്ങളാകുന്നു. അല്ലെ, ഭൂലോകത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മനുഷ്യരൊക്കെ ദൈവങ്ങളാകുന്നു. ഇന്ത്യ ഒന്ന് നോക്കിക്കേ. ഇന്ത്യയിലെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം മനുഷ്യരാരാകുന്നു? ദൈവങ്ങളാകുന്നു. ഈ അടുത്ത സമയത്ത് നമ്മളൊക്കെ വായിച്ചതാ 6000 കോടി രൂപയുടെ ആസ്തിയുള്ള ഒരു ദൈവം. അല്ലെ, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തില്ലേ? 32 പേരാ ആ അറസ്റ്റ് നിമിത്തം കൊല്ലപ്പെട്ടത്. അതുമാത്രമാണോ? 5 സംസ്ഥാനങ്ങളിൽ 144 പ്രഖ്യാപിച്ചു. അപ്പം ഞാൻ ഓർക്കുകയായിരുന്നു, കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള സകല ആൾ ദൈവങ്ങളെയും കൂടെ അറസ്റ്റ് ചെയ്താൽ സുനാമിയിൽ ഉണ്ടായതിൽ കൂടുതൽ ആൾനാശം ഇന്ത്യയിലുണ്ടാകും. ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ അപകടം മനുഷ്യർ ദൈവമാകുന്നു. ചിലരൊക്കെ സ്വയം അങ്ങ് ദൈവമാകുന്നു. വേറെ ചിലരെ 5-6 പേര് കൂടി ആരാക്കുന്നു? ദൈവം ആക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഒരു സുപ്രഭാതത്തിൽ സ്വയം ഉണ്ടായ ഒരു ദൈവത്തെക്കുറിച്ചോ ആരെങ്കിലും ഒക്കെ കൂടി ദൈവമാക്കിയ ഒരു ദൈവത്തെക്കുറിച്ചോ അല്ല. ഞങ്ങൾ ഇന്ന് രാത്രി പ്രസംഗിക്കുന്നത് ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പ്, ആകാശം ഉണ്ടാകുന്നതിന് മുമ്പ്, ഗ്രഹങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ്, നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഇതിനെ എല്ലാം സൃഷ്ടിച്ച സർവശക്തനായ ദൈവം. നല്ല മലയാളത്തിൽ പറഞ്ഞാൽ സാക്ഷാൽ പരബ്രഹ്മ. മനുഷ്യര് ദൈവമാകുന്നു. അതുപോലെ വേറൊരു പ്രശ്ന, മനുഷ്യര് മൃഗമാകുന്നു. മാനത്തോടിരിക്കുന്ന മനുഷ്യർ വിവേകഹീനരായാൽ നശിച്ചു പോകുന്ന ഇന്നത്തെ പത്രവും നാം കണ്ടു. സ്വന്തം അമ്മയെ, ജനിപ്പിച്ച അമ്മയെ ദേവപ്രസാദത്തിന് വേണ്ടി കഴുത്തറുത്തേച്ച് പച്ചച്ചോര ഊറ്റി കുടിച്ച മകൻ ഇന്ത്യയിൽ ഇന്നത്തെ പത്രത്തിലും നാം കണ്ടു. മനുഷ്യർ മൃഗമാകുന്നു, മനുഷ്യർ ദൈവമാകുന്നു. മനുഷ്യർ മൃഗമാകുന്ന, മനുഷ്യർ ദൈവമാകുന്ന ഈ ആധുനിക ലോകത്തിൽ ഞങ്ങൾ ഒരുവനെ പരിചയപ്പെടുത്തുന്നു കേട്ടോ. ദൈവമായിരുന്നവൻ മനുഷ്യനായി ലോകത്തിൽ വന്നു. സാർത്തർ എന്ന് പറയുന്ന നിരീശ്വരവാദി ലോകത്തോട് ചോദിച്ച ഭയങ്കരനൊരു ചോദ്യാ, ദൈവത്തിന് മനുഷ്യനാകാൻ പറ്റുമോ? ദൈവം മണ്ണിൽ ഇറങ്ങുമോ? ദൈവം തൻ്റെ സ്ഥാനം രാജിവെക്കുമോ? പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സ്ഥാനം വെക്കത്തില്ല, പിന്നെ ദൈവം. അദ്ദേഹം പറയാ, ദൈവം തൻ്റെ സ്ഥാനം രാജിവെക്കുവോ? ഒരു ദൈവം എന്നെ തേടി തൻ്റെ സ്ഥാനം രാജിവെച്ച് ഇറങ്ങി വന്നെന്ന് പറഞ്ഞാൽ അതുമാത്രം മതി എനിക്ക് ആ ദൈവത്തെ സ്നേഹിക്കാൻ. അതുകൊണ്ട് ആ ക്രിസ്ത്യാനിത്തെ ഇങ്ങനെ പഠിപ്പിക്കുന്നത്. അബൂബസ് മൂസ് എന്ന് പറയുന്ന ഒരു ദൈവശാസ്ത്രത്തിന് ഇങ്ങനെ എഴുതി, 1000 ഉണ്ണി 1000 ബേദലഹേമിൽ പിറന്നാലും നിന്റെ ഉള്ളിൽ അവൻ മനുഷ്യനായി പിറക്കുന്നില്ലെങ്കിൽ. സുഹൃത്തെ, നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഇതൊരു മതപ്രഭാഷണമൊന്നുമല്ല. ഞങ്ങൾക്ക് ഇന്ന് രാത്രി ഉയർത്താനുള്ളത് ദൈവം മനുഷ്യനായ കഥ, നിങ്ങളെ സ്നേഹിച്ച അനുഭവം, യഥാർത്ഥ മനുഷ്യത്വം നിങ്ങൾക്ക് നൽകാൻ. നമുക്കറിയാം, ഈ ക്യാൻസർ, ബ്ലഡ് ക്യാൻസർ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ ആ ഗ്രൂപ്പിൽപ്പെട്ട ക്യാൻസർ ഇല്ലാത്ത രക്ത ശരീരത്തിൽ കയറ്റി ഡയാലിസിസ് നടത്തിയാലേ ആ രോഗത്തിൽ നിന്ന് അവർക്ക് മുക്തി ഉണ്ടാകത്തുള്ളൂ. അന്ന് പറഞ്ഞ പോലെ ഏക മനുഷ്യനാൽ മനുഷ്യകുലം മുഴുവൻ പാപത്തിലായി. അങ്ങനെ പാപത്തിലായ മനുഷ്യനെ രക്ഷിക്കുവാൻ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം നിങ്ങളുടെ സകല പാപവും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കുന്നതാ. ആ രക്തം എനിക്കും നിങ്ങൾക്ക്. യേശു ക്രിസ്ത്യാനിയുടെ ദൈവം അല്ല, യേശു മനുഷ്യൻ്റെ ദൈവമാണ്. അങ്ങനെ ക്രിസ്ത്യാനിന്നും അതൊന്നും ഇതൊന്നും ഒക്കെ സൃഷ്ടിച്ചത് മനുഷ്യരല്ലേ. ചില പ്രത്യേക സമയത്തിൽ നമുക്കാർക്കും അങ്ങനെ ഇല്ലതാനും. വെള്ളപ്പൊക്കം വന്നപ്പോൾ ഞങ്ങൾ കണ്ടതാ, ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഒരു ജാതി വ്യവസ്ഥ ഒന്നും ഇല്ലായിരുന്നു, എല്ലാവരും ഒന്നിച്ച് താമസിക്കുകയായിരുന്നു. അതുപോലെ തന്നെ വേറൊരു സംഭവം ഞാൻ ഈയിടെ ഓർക്കുന്നു. തിരുവനന്തപുരത്ത് രാഷ്ട്രീയ വൈര്യത്തിൻ്റെ പേരിൽ നടന്ന ഒരു കൊലപാതക ശ്രമം. ആ ശ്രമം അത് പിറ്റേ ദിവസത്തെ ഒരു ഹർത്താലിൽ കലാശിച്ചു. ആ ഹർത്താലിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സുവിശേഷ പ്രസംഗം കഴിഞ്ഞപ്പോഴേ ഞാൻ വാഹനം എടുത്തുകൊണ്ട് തിരുവല്ലയിലേക്ക് പോന്നു. പക്ഷെ പിറ്റേ ദിവസത്തെ ഫേസ്ബുക്കിൽ ഞാൻ കണ്ടു, ഇന്നലെ രാത്രിയിൽ തിരുവനന്തപുരത്ത് ഗുരുതരമായി വെട്ടേറ്റ ആൾക്ക് ബി നെഗറ്റീവ് ബ്ലഡ് ആവശ്യമുണ്ട്. ആ ബ്ലഡ് എൻ്റെ ഗ്രൂപ്പ് ആയതുകൊണ്ട് കണ്ട നമ്പറിലേക്ക് ഞാൻ വിളിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങൾക്ക് ബ്ലഡ് തരാൻ താല്പര്യമുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, അതെ ഇപ്പം കിട്ടി, ആവശ്യമാണെങ്കിൽ ഞങ്ങൾ വിളിച്ചോളാം
കൊള്ളാം, നമ്പർ സേവ് ചെയ്തേക്കാം. അന്നേരം ഞാൻ പറഞ്ഞു, ഈ പേര് കേട്ടിട്ട് എനിക്ക് തോന്നുന്നു ഞാനും അദ്ദേഹവും തമ്മിൽ ബ്ലഡ് കൊണ്ട് ചേരുമെങ്കിലും ജാതി കൊണ്ട് ചേരത്തില്ലെന്ന് തോന്നുന്നു. കാരണം ഞാനൊരു ക്രിസ്ത്യാനിയാണ്, സുവിശേഷ പ്രാസംഗികനാണ്. അത് നിങ്ങൾ സ്വീകരിക്കുമോ എൻ്റെ ബ്ലഡ്? അന്നേരം ആ മനുഷ്യൻ ചോദിക്കുക, എൻ്റെ പാസ്റ്റർ നിങ്ങൾ എന്താ ഈ പറയുന്നത്, ചോരയ്ക്ക് എന്നാ ജാതിയാണ്? അത് തന്നെ ഞങ്ങളും പറയുന്നത്. ഞങ്ങളുടെ എല്ലാം ചോര ഒന്നാന്നേ. മനുഷ്യത്വമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരപകടം വരുന്നത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി ഞങ്ങൾക്ക് നിങ്ങളോട് പറയാൻ ഒരു അപകടമുണ്ട്. നിങ്ങൾ ഈ ദൈവത്തെ അറിഞ്ഞ് ജീവിച്ചില്ലെങ്കിൽ, നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയില്ലെങ്കിൽ ഭയങ്കര ഒരു ന്യായവിധി വരുന്നുണ്ട്. ആ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ദൈവമായിരുന്നവൻ മനുഷ്യനായി ലോകത്തിൽ വന്നു. അവനെ നിങ്ങൾ അറിയുക, അവനെ നിങ്ങൾ അംഗീകരിക്കുക, അവന് വേണ്ടി നിങ്ങൾ ജീവിക്കുക. ദൈവത്തിന് സ്തോത്രം. പോട്ട് യോഹന്നാന് എല്ലാ അധ്യായത്തിലും യേശു ദൈവമാണെന്നുള്ള വസ്തുത വെളിപ്പെടുത്തുകയാണ്. അത് വെളിപ്പെടുത്താനായിട്ട് യോഹന്നാൻ ഉപയോഗിക്കുന്നത് യേശു ചെയ്ത അത്ഭുതങ്ങളെയാണ്. ഞാൻ മുമ്പേ പറഞ്ഞു, 3.5 വർഷത്തിനകത്ത് 35 അത്ഭുതങ്ങൾ യേശു ചെയ്തു. യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം യേശു ചെയ്ത അത്ഭുതങ്ങൾ ഒന്നും അത്ഭുതങ്ങളല്ല, മറിച്ച് അതെല്ലാം അടയാളങ്ങളാണ്. എന്താണ്? ഉറക്കെ പറയാമോ? ചേർന്ന് പറയാമോ? അടയാളങ്ങൾ. എന്തിൻ്റെ അടയാളങ്ങളാണെന്നറിയോ? ദൈവത്വത്തിൻ്റെ അടയാളങ്ങൾ. നിങ്ങൾ അവനിൽ വിശ്വസിച്ചാൽ അവൻ ദൈവമായതുകൊണ്ട് ആ അടയാളം അവൻ ചെയ്യും. എവിടൊക്കെ അടയാളം ചെയ്യും? കുറഞ്ഞത് യോഹന്നാൻ പറയുകയാണ്, 6 യേശു അടയാളം ചെയ്യും. എവിടെ? 1, നിങ്ങളുടെ വീടിനകത്ത് അവനൊരടയാളം ചെയ്യും. എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്? ഈ യോഗം നടക്കുമ്പോൾ വിശ്വസിക്കുന്നവരോടൊക്കെ ഞാൻ ഉറക്കെ പറയുകയാ, നിങ്ങളുടെ വീടിനകത്ത് അവൻ ഇന്ന് രാത്രി അടയാളം ചെയ്യും. യോഹന്നാൻ എഴുതി തുടങ്ങുന്നത് തന്നെ അത് പറഞ്ഞുകൊണ്ടാ. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ കല്യാണ വീട്. വീടിൻ്റെ പേര് മരണവീടല്ല, കല്യാണ വീട്. മരണവീടും കല്യാണ വീടും തമ്മിൽ ഒത്തിരി അന്തരമുണ്ടെങ്കിലും ചില പ്രത്യേകതയൊക്കെ ഉണ്ട്. മരണ വീട്ടിലുമുണ്ട് ഫുഡ്, കല്യാണ വീട്ടിലുമുണ്ട് ഫുഡ്, അല്ലേ? മരണ വീട്ടിലെ ഫുഡ് ന്യായമായിട്ട് സെമിത്തേരിലൊക്കെയാണ് കൊടുക്കുന്നത്, അല്ലേ? അല്ലേ? ഞങ്ങളുടെ ഇവിടെ അങ്ങനെ. കല്യാണ വീട്ടിലെ ഫുഡ് ഒന്നെങ്കിൽ ഓഡിറ്റോറിയത്തിലോ അല്ലെങ്കിൽ വീട്ടിലെ പന്തലിലോ ഒക്കെയാണ്. പക്ഷെ 2 ഫുഡും തമ്മിൽ ഒത്തിരി അന്തരമുണ്ട്. മരണ വീട്, നിങ്ങളുടെ ഒരാൾ മരിച്ചെന്ന് വിചാരിച്ചു, ശുശ്രൂഷയുടെ ക്രമീകരണങ്ങളൊക്കെ ആലോചിച്ചു. ആ കൂട്ടത്തിൽ ആളുകൾ പറഞ്ഞു, എല്ലാവരും വീട്ടിൽ വന്നേച്ചങ്ങ് പോത്തേ ഉള്ളൂ. കൂടി വന്നാൽ ഒരു 200 പേര് കൂടുതലൊന്നും സെമിത്തേരിലോട്ട് വരത്തില്ല. നമുക്കൊരു 250 സാൻഡ്വിച്ച് ഓർഡർ ചെയ്യാം. 250 സാൻഡ്വിച്ച് ഓർഡർ ചെയ്തു. പക്ഷേ അന്നത്തെ ശുശ്രൂഷയുടെ നൽപ്പും അച്ഛനുള്ള സ്നേഹമൊക്കെ കൊണ്ട് സെമിത്തേരി വന്നപ്പോൾ 500 പേര് വന്നു. 250 പേർക്ക് സാൻഡ്വിച്ച് തികഞ്ഞില്ല. ആരെങ്കിലും പറയോ? അവരുടെ ശവോടക്കിന് പോയിട്ട് സാൻഡ്വിച്ച് കിട്ടിയില്ലെന്ന് ആരെങ്കിലും പറയോ? ഇല്ല. കല്യാണമാണേലോ പറയും. അത് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. നിങ്ങളുടെ വീട് നാട്ടുകാർക്ക് ഒരു പറച്ചിലിന് കാരണമാകുവാൻ ഈ ദൈവം സമ്മതിക്കത്തില്ല. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ആ വീട്ടിലെ പെങ്കൊച്ച് പിഴച്ചു പോയതാ, അത് ആത്മഹത്യ നടന്ന വീടാ, അത് കൊലപാതകം നടന്ന വീടാ. അവിടുത്തെ വീട്ടിലെ ചെറുക്കൻ മഹാകുടിയനാ, ആ വീട്ടിലെ ചെറുക്കൻ ഭയങ്കര കഞ്ചാവിന് അടിമയാ, അത് തകർന്ന വീടാ, അത് ശാപം കെട്ടിയ വീടാ, അത് ബന്ധിക്കപ്പെട്ട വീടാ. ആ വസ്തു പോലും ആരും മേടിക്കത്തില്ല. ഇങ്ങനൊക്കെ നാട്ടുകാർക്ക് നിങ്ങളുടെ വീട് ഒരു പറച്ചിലിന് കാരണമാകാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ഞങ്ങളുടെ ഒക്കെ അനുഭവങ്ങൾ അതാ. ഞങ്ങളുടെ വീടുകളൊക്കെ പറച്ചിൽ കാരണമാക വീടുകളായിരുന്നു. പക്ഷെ ഞങ്ങളുടെ വീടുകളുടെ ഒക്കെ ചരിത്രം ദൈവം മാറ്റിയതാ. പാട്ടുകാരൻ പാടുന്നത് പോലെ എത്ര ദൈവമൊക്കെ ഉറക്കെ പറയുവാൻ കഴിയും? എന്റെ നിലവുകളെ ദൈവമാ മാറ്റി. ഇന്ന് രാത്രി ഈ ശബ്ദവാഹിനിയുടെ സഹായത്തിൽ, ഈ ആധുനിക മാധ്യമത്തിന്റെ സഹായത്തിൽ അടുത്തും അകലെയും എന്നെ കേൾക്കുന്ന ആരോടൊക്കെയോ ദൈവാത്മാവിന്റെ ദൂത് പറയുകയാ, നിങ്ങളുടെ വീട് ഒരു പറച്ചിലിന് കാരണമാകാൻ ദൈവം സമ്മതിക്കത്തില്ല. 25 വർഷത്തെ ശുശ്രൂഷയുടെ അനുഭവത്തിൽ 1000കണക്കിന് വീടുകളകത്ത് നടന്ന അത്ഭുതത്തിന്റെ കഥ എനിക്ക് പറയാനുണ്ട്. ഇന്ന് രാത്രി അവൻ ദൈവമായതുകൊണ്ട് ശക്തി തൊടാതെ, ശസ്ത്രക്രിയ
പ്രക്രിയ നടത്തുന്ന, കൈതൊടാതെ അത്ഭുതം ചെയ്യുന്ന ഈ രാത്രി ഈ ദേശത്ത് ശാപിക്കപ്പെട്ട ചില വീടുകളുടെ ചരിത്രത്തെ യേശു മാറ്റാൻ പോകുകയോ. സാമ്പത്തിക സ്ഥിതി, ശാരീരിക സ്ഥിതി, മാനസിക സ്ഥിതി, ബന്ധിക്കപ്പെട്ട സ്ഥിതി, കല്യാണം നടക്കാത്ത വീട്, ശാപം കിട്ടിയ വീട്, ബന്ധിക്കപ്പെട്ട വീട്, കുഞ്ഞ് മച്ചിയായിരിക്കുന്ന വീട്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആ ബന്ധനം വഴിയ ഈ രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ, അഭിഷക്തന്മാർ ആത്മാവിൽ ദൈവത്തിൽ സ്തോത്രം ചെയ്തു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വീടുകളോട് ദൈവത്തിനൊരു കരുണയുണ്ട്, വീടുകളിൽ ദൈവത്തിൻ്റെ ഒരു അത്ഭുതമുണ്ട്, വീടുകളോട് ദൈവത്തിനൊരു നീതിയുണ്ട്. കാനാവിലെ വീടിനെ തൊട്ട കർത്താവ്, വിധവയുടെ വീടിനെ തൊട്ട കർത്താവ്, പള്ളിപ്രമാണിയുടെ വീടിനെ തൊട്ട കർത്താവ് ഇന്ന് രാത്രി നിന്റെ വീടിനെ തൊടാൻ പോകുകയാ. പാസ്റ്റർമാരെ, നിങ്ങളുടെ സഭയിലുള്ള നിങ്ങളുടെ തലമുറകളെ കുറിച്ച് ദൈവത്തിനൊരു സ്വപ്നമുണ്ട്. പിന്മാറ്റക്കാരായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ചില അഭിഷക്തന്മാർ ഈ സ്റ്റേജിൽ ഇരിക്കുന്നു. അവരോട് ഞാൻ ഇന്ന് രാത്രി പറയുന്നു, നിങ്ങളുടെ സഭയിലെ ആ കുടുംബത്തിലെ കുഞ്ഞ് ഒരു പറച്ചിലിന് കാരണമാകാ ദൈവം അനുവദിക്കത്തില്ല. കുഞ്ഞുങ്ങളെ കുറിച്ച് ദൈവത്തിനൊരു സ്വപ്നമുണ്ട് കേട്ടോ. ഉണ്ടച്ചാ, ഉണ്ട്. ദൈവത്തിന് നമ്മുടെ മക്കളെ കുറിച്ചൊരു സ്വപ്നമുണ്ട്. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനം അല്ലേ, 20 ലക്ഷത്തിനും 30 ലക്ഷത്തിനും ഇടയില അല്ലെ, ഈജിപ്തിലെ ഇഷ്ടിക ചൂളകളിൽ അഷ്ടിക്കും ആകാരത്തിനും വകയില്ലാതെ കഷ്ടപ്പെട്ട ജനം നിലവിളിച്ചപ്പം ദൈവം കൊടുത്ത പുറപ്പാട് അല്ലെ, പുറപ്പെട്ടു വന്നതിൽ 6 ലക്ഷം പുരുഷന്മാർ 20 വയസ്സിന് മേളിലുള്ളവരാ. 20 വയസ്സിന് മേളിലുള്ളവർ 6 ലക്ഷം പുരുഷന്മാരിൽ 2 പേര് മാത്രമേ കനാനി കയറിയുള്ളൂ. ബാക്കി 5,99,998 പേര് മരുഭൂമിയിൽ പട്ടുപോയി. പക്ഷേ 20 വയസ്സിന് താഴെയുള്ള ഒരാൾ പോലും മരുഭൂമിയിൽ പട്ടില്ല. 20 വയസ്സിന് താഴെയുള്ള എല്ലാവരും കനാനിൽ ചെന്നു. PYPയോട് ഞാൻ പറയുന്നു, സൺഡേ സ്കൂളിനോട് ഞാൻ പറയുന്നു, ഇന്ത്യൻ പെന്തക്കോസ്ത് സഭയോട് ഞാൻ പറയുന്നു, ഇവിടുത്തെ പെന്തക്കോസ്ത് സഭകളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ തലമുറകളെ കുറിച്ച് എൻ്റെ ദൈവത്തിനൊരു സ്വപ്നമുണ്ട്. നമ്മളായിട്ട് ആ സ്വപ്നം തല്ലിക്കെടുത്തരുത്. ഇന്നത്തെ അബദ്ധം സഭയ്ക്ക് പറ്റിയതാ ഞാൻ പറയുന്നത്. ശലോമോൻ്റെ കാലത്തെ 2 അമ്മമാരുടെ കൂട്ട്. ഒരമ്മ ഉറങ്ങി 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 ബോധമില്ലാതെ ഉറങ്ങി. ഉറക്കത്തിൻ്റെ ചൂടിലും ചുവരിലും ഉറക്കത്തിൻ്റെ ആ ഗാഢതയിലും എന്ത് സംഭവിച്ചെന്നറിയാം? കുഞ്ഞിൻ്റെ മണ്ടേ കയറി കിടന്നുറങ്ങിപ്പോയി. ശ്വാസം മുട്ടിച്ചതിനെ കൊന്നു. മറ്റേ അമ്മയോ, ആദ്യത്തെ അമ്മയെ വായിച്ചപ്പോൾ ഞാൻ ഓർത്തു മറ്റേ അമ്മ ഭേദമായിരിക്കുമെന്ന്. രണ്ടും കണക്കാ. എടാ, പള്ളക്കീഴെ കിടക്കുന്ന കൊച്ചിനെ എടുത്തോണ്ട് പോകുന്നത് ഏതമ്മ അറിയാത്ത? ഈ അമ്മ അറിഞ്ഞില്ലെന്ന് ഉറക്കത്തിൻ്റെ ബോധമില്ലായ്മ കൊണ്ട്. ഇന്ന് രാത്രി സഭ പ്രതികരിക്കുക. പറ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കഞ്ചാവ് കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അധാർമികത കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. വീടുകളെ തൊടും. യേശു ദൈവമായതുകൊണ്ട് വീടുകളിൽ ഒരത്ഭുതം നടക്കും. കുഞ്ഞുങ്ങളെ തൊടും. ഇന്ന് രാത്രി പിന്മാറ്റക്കാരായ മക്കളുള്ള ആളുകൾ, നിങ്ങൾ ഒട്ടും നാണം വിചാരിക്കേണ്ട. വന്ന് പ്രാർത്ഥിച്ചേ ഇവിടുന്ന് പോകാവുള്ളൂ. സ്തോത്രം. ദൈവം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ തൊടുന്നെന്ന് എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. വീടുകളെ തൊടുവാൻ ദൈവമായതുകൊണ്ട് തീരുന്നില്ല കേട്ടോ. യേശു ദൈവം ആയതുകൊണ്ട് വഴിത്താരയിൽ അവൻ അത്ഭുതം ചെയ്യും. റോഡിൽ അത്ഭുതം നടക്കും. 12 കൊല്ലമായി രക്തസ്രാവം ഉണ്ടായിരുന്ന മുതൽ മുഴുവൻ വൈദ്യന്മാർക്ക് കൊടുത്തു. ആശുപത്രികൾ മാറി മാറി കയറി ഇറങ്ങിയപ്പോൾ അവർക്ക് മനസ്സിലായി ഇനി ഈ രോഗത്തിന് ഒരു കാലത്തും വിടുതലുണ്ടാകത്തില്ല. അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണല്ലോ, മലയാളത്തിൽ ഒരു ചൊല്ല് തന്നെയുണ്ട്, പുതിയ ഡോക്ടർമാരെക്കാട്ടി നല്ലത് പഴയ രോഗികളാണ്. കേട്ടിട്ടില്ലേ? അവരിങ്ങനെ മാറി കയറി ഇറങ്ങിയപ്പോൾ അവർക്ക് മനസ്സിലായി ഇനി ഇതിനൊരു പരിഹാരമില്ലെന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ പോകുന്നത് യേശുവാണെന്ന് അവർ തിരിച്ചറിഞ്ഞേച്ച് അവരോട് തന്നെ പറഞ്ഞു, ഞാൻ ഇന്ന് യേശുവിനെ തൊടുവെന്ന്. വേറെ ആരോട് പറയാനാ?
ഉള്ള അവസ്ഥ ആരോടെങ്കിലും പറഞ്ഞാൽ അവർ നിങ്ങളെ സമൂഹത്തിൽ നിന്ന് പുറത്താക്കും. പക്ഷേ നിങ്ങളുടെ യഥാർത്ഥ അവസ്ഥ അറിഞ്ഞാൽ നിങ്ങളുടെ മാറോടടുക്കി പിടിക്കുന്ന ഒരു യേശുവിനെയാണ് ഇന്ന് രാത്രി ഞാനിവിടെ പ്രസംഗിക്കുന്നത്. എത്തിക്കുത്തി വലിഞ്ഞ് തൊട്ട് കേട്ടോ. തൊട്ടപ്പോൾ യേശു ചോദിക്കുക, എന്നെ തൊട്ടതാരാന്ന്? തൊട്ടാൽ അറിയാത്ത, തൊട്ടാൽ അനങ്ങാത്ത, വിളിച്ചാൽ വിളി കേൾക്കാത്ത, മനുഷ്യനുണ്ടാക്കിയ കൈവേലയാകുന്ന ഒരു ഊമ വിഗ്രഹത്തെ കുറിച്ചല്ല ഞാൻ ഇന്ന് രാത്രി ഇവിടെ പ്രസംഗിക്കുന്നത്. തൊട്ടാൽ അറിയുന്ന, വിളിച്ചാൽ വിളി കേൾക്കുന്ന. ഇന്ന് രാത്രി ഒന്ന് വിളിക്കാവോ? യേശുവേ! രണ്ട് കരം ഉയർത്തിപ്പിടിച്ച് എത്ര പേർ ഉറക്കെ വിളിക്കാൻ തയ്യാറാ? യേശുവേ ഉറക്കെ വിളിക്കാൻ. ഞാൻ പ്രസംഗിക്കുന്ന യേശുവിൻ്റെ പ്രത്യേകത സ്ത്രീക്കും തൊടാം, പുരുഷനും തൊടാം, ഏത് പ്രായത്തിലുള്ളവർക്കും തൊടാം, എപ്പം വേണേലും തൊടാം. ഇന്ന് രാത്രി നിങ്ങൾ ഏത് പ്രായത്തിലുള്ളവരാണേലും ഏത് ജാതിപ്പെട്ടവരാണേലും ഇന്ന് രാത്രി യേശുവേ എന്ന് ഉറക്കെ വിളിച്ചോ. യേശു ദൈവം ആയതുകൊണ്ട് പള്ളിയുടെ അകത്ത് അത്ഭുതം നടക്കും. എവിടാ? പള്ളിയുടെ അകത്ത്. പള്ളി എന്ന് ഞാൻ പറഞ്ഞത് പെന്തിക്കോസ് പള്ളിയെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. നടക്കണം, അത്ഭുതം നടന്നേ പറ്റത്തുള്ളൂ. കാരണം ഇരിക്കേണ്ടവരാരും ഇതിനകത്തങ്ങ് ഇല്ലിപ്പം. ദൈവത്തിൻ്റെ സ്തോത്രം. വരണ്ട കൈയുള്ളവരും കൂനുള്ളവരും അശുദ്ധാത്മാവുള്ളവരും ഒക്കെ ഇപ്പോൾ ഇരിക്കുന്നത്. സ്തോത്രം. കൈയൊക്കെ എന്തിനെ കാണിക്കുന്നതെന്നറിയോ? കൈ അധികാരത്തെ കാണിക്കുന്നതാ, കൈ കരുണയെ കാണിക്കുന്നതാ. ദൈവമക്കളുടെ കൈ അധികാരത്തിൻ്റെ കൈയായിരുന്നു കേട്ടോ. അഭിഷേകത്തിൻ്റെ കൈകൾ. ഉറക്കെ പറ. പാപത്തിൻ്റെ മേലുള്ള അധികാരം, രോഗത്തിൻ്റെ മേലുള്ള അധികാരം, പ്രകൃതി ശക്തിയുടെ മേലുള്ള അധികാരം, പിശാചിന്റെ മേലുള്ള അധികാരം, ദൈവത്തിന് സ്തോത്രം, മരണത്തിന്റെ മേലുള്ള അധികാരം. ഈ കൈകൾ ഇന്ന് രാത്രി ഒന്ന് ഉയരട്ടെന്ന് ഞാൻ ആഗ്രഹിക്കുക. ചാക്കോ ദേവസ്യ പാസ്റ്ററൊക്കെ ഞാൻ പ്രതിതുല്യം ബഹുമാനിക്കുന്ന ആളുകളാണ്. ഞങ്ങളുടെയൊക്കെ ആത്മീക അനുഭവങ്ങളുടെ തുടക്ക സമയങ്ങൾ ഏകദേശം ഒരേ അനുഭവങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവസഭയുടെ അധികാരം വെളിപ്പെടുന്നത് എത്രയോ അനുഭവങ്ങളിലൂടെ അനുഭവിച്ചിട്ടുള്ള ദൈവദാസന്മാരായി വിട്ടിരിക്കുന്നവരൊക്കെ ദൈവത്തിന് സ്തോത്രം. ദൈവസഭയുടെ കൈ അധികാരത്തിൻ്റെ കൈയാണെന്ന്. ദൈവസഭ കൈ ഉയർത്തിയാൽ പ്രകൃതി ശക്തി നിയന്ത്രിക്കപ്പെടുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവശക്തി കൈ ഉയർത്തിയാൽ അപകട മരണം ഒഴിഞ്ഞു പോകുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവസഭ കൈ ഉയർത്തിയാൽ ദേശത്തെ ആത്മഹത്യ അധികാരങ്ങൾ ഒഴിഞ്ഞു പോകുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? സഭയുടെ കൈ ഉയരണം കേട്ടോ. എങ്ങനെ ഈ കൈ വരളുന്നത്? ചില കൈ ജന്മനാ വരേണ്ടതാ. അതിനെയൊന്നും തൊട്ടിട്ടൊന്നും കാര്യമില്ല. ആകെപ്പാടെ 1.5 മണിക്കൂർ വന്നേച്ച് ജന്മനാ വരേണ്ട കൈയൊക്കെ തൊട്ടിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. ഈയിടെ ഞാൻ ഒരു ചർച്ചിൽ ഒരു മീറ്റിംഗ് പ്രസംഗിക്കാൻ പോയി. ഒരച്ചാൻ്റെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് തന്നെ അങ്ങ് സങ്കടം വന്നു. ഞാൻ അവിടുത്തെ പാസ്റ്ററോട് ചോദിച്ചു, ഇദ്ദേഹത്തിൻ്റെ ചെവിക്ക് വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. പാസ്റ്ററിനോട് പറഞ്ഞു, എൻ്റെ പൊന്നു പാസ്റ്ററെ, ഇവിടെ ചെവിക്ക് കുഴപ്പമില്ലാത്തൊരു മനുഷ്യനുണ്ടെങ്കിൽ ഇങ്ങേര് മാത്രം കേൾക്കേണ്ടാത്തതെല്ലാം കേൾക്കും, അതിൻ്റെ എല്ലാ അറ്റത്ത് പിടിച്ച് വഴക്കമുണ്ടാക്കുമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, പിന്നെ എന്നാ ഇങ്ങനെ ഇരിക്കുന്നത്? അത് ഞാനിവിടെ വന്നിട്ട് 4 കൊല്ലമായി. ഇന്നുവരെ എൻ്റെ ഒറ്റ പ്രസംഗത്തിലും പുള്ളി സ്തോത്രം പറഞ്ഞിട്ടില്ല. ഏതെല്ലാം വിഷയം ഞാൻ എടുത്ത് പ്രസംഗിച്ചിട്ടുണ്ട്, ഇതുവരെ സ്തോത്രം പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഇങ്ങനെ മനുഷ്യർക്ക് ഇരിക്കാൻ പറ്റുമോ? അന്നേരം അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഇദ്ദേഹം ഇരിക്കുന്നതിൻ്റെ കാരണം ഇദ്ദേഹത്തിന് ഷെയർ മാർക്കറ്റുമായിട്ട് ബന്ധമുണ്ട്. ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ മുതൽ പുള്ളി അതിൻ്റെ കണക്ക് കൂട്ടാൻ തുടങ്ങുമെന്ന് പറഞ്ഞു. ഒരാളിപ്പോൾ ഇങ്ങനെ അങ്ങ് തീരുമാനിച്ച് വന്നിരിക്കുക. ഇന്ന് വല്ലവക്കോട്ട യോഗത്തിൻ്റെ വൈകിട്ട് അങ്ങനെ എന്നാലും പറഞ്ഞാലും ഞാൻ വാതുറക്കത്തില്ലെന്ന് തീരുമാനിച്ചാൽ പിന്നെ എനിക്കെന്തോ ചെയ്യാൻ പറ്റും? പിന്നെ സ്വത്രം പറഞ്ഞാലേ പ്രസംഗിക്കുന്നൊരു നിർബന്ധമൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്നെ ഏൽപ്പിച്ചതൊക്കെ പ്രസംഗിച്ചു ഞാനങ്ങ് പോയി. പിറ്റേ പ്രാവശ്യം ഒന്നുകൂടെ അവരെന്നെ അവിടെ വിളിച്ചവിടെ. ഞാനവിടെ ചെന്നപ്പോൾ എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വേണ്ടുന്നതിനും വേണ്ടാത്തതിനും എല്ലാം ഈ അച്ചാൻ സ്വത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ പാസ്റ്ററോട് ചോദിച്ചു, ഇത് ഭയങ്കര അത്ഭുതമാണല്ലോ, ഇതെന്നെ പറ്റി പാസ്റ്റർ എന്ന് ചോദിച്ചു. പാസ്റ്ററിനോട് പറഞ്ഞു, ഇപ്പം ഇങ്ങനെയാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു പ്രത്യേകിച്ച്, അതിപ്പോൾ ഒരാഴ്ച ആയതേ ഉള്ളൂ, ഇപ്പം ഇങ്ങനെയാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു പ്രത്യേകിച്ച് കാരണം. അന്നേരം പറഞ്ഞു, ഈയിടെ ഒരു മുഴ ഉണ്ടായിരുന്നു, അത് ഓപ്പറേഷൻ ചെയ്തിട്ട് ഒരാഴ്ച ആയതേ ഉള്ളൂ. എടുത്ത കൂട്ടത്തിൽ ഡോക്ടർ കുറച്ച് ബയോപ്സിക്ക് അയച്ചിട്ടുണ്ട്, അതിൻ്റെ റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല, അന്ന് മുതൽ തുടങ്ങിയ സോക്കേടാന്ന് പറഞ്ഞു. അപ്പോൾ അനങ്ങാത്തവരൊക്കെ എന്ത് ചെയ്യും? ഇടുത്തി വന്നിട്ട് എൻ്റെ പൊന്നെ ദൈവത്തെ ആരാധിക്കാതെ ഇന്ന് രാത്രി ദൈവം തന്ന ജീവൻ ഓർക്കുമ്പോൾ, ദൈവം കരുതിയ കരുതൽ ഓർക്കുമ്പോൾ വരേണ്ടതിനൊന്നും തൊട്ടിട്ട് കാര്യമില്ല, പോട്ടെ. പിന്നെ ചില കൈകളുണ്ടല്ലോ, ഉപയോഗിക്കാതിരുന്നാൽ വരണ്ടു പോവും. അതുകൊണ്ട് എന്ത് ചെയ്തോണം? ഉറക്കെ പറ, ഉപയോഗിച്ചോണം. ഫണ്ടില്ല എന്ന് പറഞ്ഞിരിക്കുക. കൺവെൻഷൻ നടത്താൻ ഫണ്ടില്ല എന്ന് പറഞ്ഞാൽ അവസാന സമയം വരെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ.
ആമേൻ. നിങ്ങളൊന്നിറങ്ങ്. ഫണ്ട് ഉണ്ടാക്കുന്നു ദൈവമല്ലേ. ഉപയോഗിക്കണം, ഉള്ളത് അങ്ങോട്ട് ഉപയോഗിക്കണമെന്നേ. വിധവയുടെ കാശ് അങ്ങോട്ട് ഉപയോഗിക്കണം. സ്വത്രം. ഈ കൈക്കൊക്കെ പൊട്ടലുണ്ടാകുമ്പോഴേ പ്ലാസ്റ്റർ ഇടുമ്പം ഡോക്ടർമാർ പറയുന്നൊരു കാര്യമുണ്ടല്ലോ. എന്താ പറയുന്നത്? ഇടയ്ക്കിടയ്ക്കൊക്കെ വിരലൊന്ന് അനക്കണം. ഞാനും അത് തന്നെയാണ് പറയുന്നത്. വല്ലപ്പോഴും ഒക്കെ ഒന്ന് അനക്കേക്കണേ, അല്ലെങ്കിൽ ഒന്ന് പൊക്കിയേക്കണം, അല്ലെ പിന്നെ ഇതങ്ങനെ ഒരു ശീലമായിട്ടങ്ങ് മാറും. സ്വത്രം. ഉപയോഗിക്കാതിരുന്നാലും വരളും. ജന്മനാ വരേണ്ടത് ഉപയോഗിക്കാതിരുന്ന് വരേണ്ടതൊന്നുമല്ല എൻ്റെ വിഷയം. എൻ്റെ വിഷയം ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരുന്ന ചില കരങ്ങളെ പിശാച് ബന്ധിച്ചു. ഇന്ന് രാത്രി അവൻ ദൈവമായതുകൊണ്ട്, സഭയ്ക്ക് അവൻ അധികാരം തന്നിരിക്കുന്നത് കൊണ്ട്, ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരുന്ന കരങ്ങളെ ബന്ധിച്ച അധികാരത്തെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അഴിച്ചുവിടാനാ. PM സാറിൻ്റെ ഒരു അനുഭവം ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ അമ്മിണിക്കൊച്ചമ്മയെ കരണ്ടടിച്ചു. അമ്മിണിക്കൊച്ചമ്മ മരണത്തോട് മല്ലടിക്കുമ്പം ആരോ വടവാതൂർ ട്രാക്ട് കൊടുത്തുകൊണ്ടെന്ന് സാറപ്പച്ചനോട് പറഞ്ഞു അമ്മിണിക്കൊച്ചമ്മയെ കരണ്ടടിച്ചെന്ന്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അമ്മിണി ആരും തൊടണ്ട, ഞാൻ വന്നെടുത്തോളാവെന്ന്. ഓടി വന്നേച്ച് 2 കഷത്തിൽ കൂടെ കൈയിട്ട് മേളിലോട്ട് പൊക്കേച്ച് ദൈവത്തോട് ഉറക്കെ പറഞ്ഞു, എൻ്റെ ദൈവമേ, അമ്മിണിയെ ഞാൻ ഇപ്പം തരത്തില്ല, എനിക്ക് കുറച്ചുകൂടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. സ്തോത്രം. 5 മിനിറ്റ് കഴിഞ്ഞപ്പം ശ്വാസം നേരെ വീണു. അമ്മിണിക്കൊച്ചമ്മ എല്ലാവർക്കും ചായ ഇട്ട് കൊടുത്തു. അപ്പം അപ്പച്ചനോട് ശിഷ്യന്മാരിൽ ഒരാൾ ചോദിച്ചു, എങ്ങനെ അപ്പച്ച ഇത്രയും ധൈര്യം വന്നതെന്ന്. അപ്പച്ചൻ പറഞ്ഞു, തീക്കകത്തു നിന്ന് വന്നതാ, അതുകൊണ്ടാണ് ഇത്രയും ധൈര്യം വന്നതെന്ന്. എന്താ തീയെന്നറിയാവോ? ദൈവസഭയുടെ ആദ്യകാലം അത്ഭുത രോഗശാന്തിയിൽ വിശ്വസിച്ചിരുന്ന ദൈവമക്കൾ അവരെല്ലാവരും കൂടെ ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുക. ടൈഫോയിഡാണോ മലേറിയാണോ ഡെങ്കിപ്പനിയാണോ എന്നൊന്നും അറിയത്തില്ല. എന്താണെങ്കിലും കുഞ്ഞിൻ്റെ ദേഹത്ത് നല്ല ചൂട്, തുള്ളപ്പനിയാണെന്ന് അവർക്കറിയാം. തുള്ളുന്ന കുഞ്ഞിനെ വട്ടത്തിയിട്ടേച്ച് അവർ പ്രാർത്ഥിക്കുക, വട്ടം ചുറ്റിയിരുന്ന്. നാട്ടുകാരും കൂടിയിട്ടുണ്ട്. ഈവന്മാരി കൊച്ചിനെ പ്രാർത്ഥിച്ചു കൊന്നാൽ ഇവൻ്റെ എല്ലാ ഷെഡും കത്തിക്കുക, ഇവനെ എല്ലാം ഇവിടെ നടിച്ച് ഓടിക്കണം. കൂടി നിൽക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ഈ സമയത്തൊരു മനുഷ്യൻ ഇതൊന്നും ശ്രദ്ധിക്കാതെ പ്രാർത്ഥിക്കുന്ന ഹോളിലേക്ക് കയറി വന്നു. ഇവരെ ആരെയും നോക്കാതെ പരിയമ്പറത്ത് പോയി പണ്ട് കപ്പ പുഴുങ്ങുന്ന ചെമ്പെടുത്തുകൊണ്ട് വന്ന് അതിനകത്ത് നല്ല തണുത്ത വെള്ളം കിണറ്റിന്ന് കോരി നിറച്ചിട്ട് ഈ വിറയ്ക്കുന്ന കൊച്ചിനെ എടുത്ത് വെള്ളത്തിൽ മുക്കിയിട്ട് മേശപ്പുറത്ത് വെച്ചു. 5 മിനിറ്റ് കഴിഞ്ഞപ്പം ഈ കൊച്ചു മേശപ്പുറത്തു നിന്ന് ഒരു ചാട്ടം ചാടി. ഫിലിപ്പ് സാറ് പറയുന്നത് അന്ന് ചാടിയ ചാട്ടവാ അവസാന ശ്വാസം വരെ ചാടിയെന്ന. എന്നാ അങ്ങനെ അദ്ദേഹം ഇങ്ങനെ വന്ന് പ്രാർത്ഥിക്കാൻ കാരണമെന്നറിയോ? ദൈവസഭയുടെ ഓവർസിയറായിരുന്ന PA സാറിന്റെ അപ്പൻ ART അതിശയം എന്ന് പറയുന്ന ദൈവദാസൻ തിരുനെൽവേലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ഒരു വെളിപ്പാട് കൊടുത്തു. വടവാതൂരോട്ട് പൊക്കോ, ഷെഡ് കത്തിക്കാൻ സുവിശേഷ വിരോധികൾ നിൽക്കുന്നു, പക്ഷെ നീ അവിടെ ചെല്ലുമ്പോ ഞാൻ രോഗശാന്തി വെളിപ്പെടുത്താൻ ഇന്ന് രാത്രി ഞാൻ തിരുവല്ല ഇന്ന് വന്നത് എന്നെ ദൈവം അയച്ചിട്ട് ദേശം അറിയത്തക്ക രീതിയിൽ ചില അത്ഭുതങ്ങൾ ഈ നാട്ടിൽ നടക്കാൻ പോകുകയോ. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ട്? അധികാരം വെളിപ്പെടട്ടെ. 120 പേര് കൂടിയിരുന്ന മാളിക മുറിയുടെ അകത്ത് വെളിപ്പെട്ട അധികാരം ഇന്ന് രാത്രി ഇവിടെ വെളിപ്പെടുന്നത് വിശ്വസിക്കുന്ന ദൈവമക്കൾ. യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരുന്ന 120 പേരുടെ മേൽ അഗ്നിനാവ് വെളിപ്പെട്ടതുപോലെ ഇന്ന് രാത്രി അഭിഷേകത്തിന്റെ അഗ്നിനാവ് ഈ പന്തലിൽ വെളിപ്പെടുന്നത് ആത്മാവി തിരിച്ചറിയുന്ന ദൈവമക്കൾ അതിനെ ആത്മാവി സ്വീകരിച്ച് പന്തെടുത്തെറിയുന്നത് പോലെ ചില രോഗക്കെട്ടുകളെ ദൈവാത്മാവ് എടുത്തെറിയാൻ പോവുകയാ. ശക്തമായ അധികാരം ഈ രാത്രി പന്തലിൽ ചലിക്കുക. അഭിഷേകത്തിന്റെ അധികാരം, ആത്മനിറവിന്റെ അധികാരം സ്വീകരിക്കുന്ന ദൈവമക്കൾ നൃത്തം ചെയ്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുക. ബാബേൽ കോട്ട പണിയാൻ വന്നവരൊക്കെ സംസാരിക്കുന്നുണ്ട്, ആർക്കും മനസ്സിലാകുന്നില്ല. ഭാഷ ജഡത്തിന്റെ ഭാഷയാ. പക്ഷെ 120 പേര് കൂടിയിരുന്ന മാളിക മുറി അവിടെ വെളിപ്പെട്ടത് ആത്മാവിന്റെ ഭാഷയാ. ആത്മാവിന്റെ ഭാഷ വെളിപ്പെടുന്ന വീടുകൾ, ആത്മാവിന്റെ ഭാഷ വെളിപ്പെടുന്ന സഭകൾ, ആത്മാവിന്റെ ഭാഷ വെളിപ്പെടുന്ന പ്രശ്നങ്ങൾ സഭയ്ക്കകത്തു നിന്ന് മാറിപ്പോകട്ടെ.
കമ്മിറ്റിയും കണക്കും പ്രശ്നവും അതും ഇതുമൊക്കെ പറഞ്ഞ് നിന്നെ ബന്ധിച്ചു വെച്ച് ദൈവങ്ങളുടെ അധികാരം ഉപയോഗിക്കാൻ കഴിയാതെ ഒതുക്കി വെച്ച കെട്ട് 2019 പൊട്ടി മാറുക. ആത്മാവിന്റെ ഭാഷ വെളിപ്പെടുകയാ. എല്ലാവർക്കും മനസ്സിലാകുന്ന തലത്തിൽ, എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കുക. കെ അബ്രഹാം സാറിന്റെ പെന്തക്കോസ് ചരിത്രം പഠിക്കുമ്പോൾ സാറപ്പച്ചൻ പണ്ട് സ്വീഡനിൽ പ്രസംഗിക്കാൻ പോയത് ഞാൻ വായിച്ചിട്ടുണ്ട്. പ്രസംഗം സ്വീഡിഷ് ഭാഷയിലോട്ട് പരിഭാഷപ്പെടുത്തുക. അപ്പോഴാ ശക്തമായ ഒരു ആത്മനിറവ് വ്യാപരിച്ചു. നിർത്താതെ ആളുകൾ അന്യഭാഷ പറഞ്ഞ് 15 മിനിറ്റ് ആരാധിക്കുക. അപ്പൊ സാറപ്പച്ചൻ ശ്രദ്ധിച്ചു, പരിഭാഷകൻ സംസാരിക്കുന്നില്ല. സാർ ചോദിച്ചു, എന്നാ പരിഭാഷപ്പെടുത്താത്തത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, സാർ ഇപ്പം പറയുന്നതൊന്നും പരിഭാഷപ്പെടുത്തേണ്ട കാര്യമില്ല, ഇതെല്ലാം സ്വീഡിഷ് ഭാഷയിലാ. ആത്മാവ് സംസാരിക്കുക, ജഡ സംസാരിക്കുന്നില്ല. ആത്മാവ് സംസാരിക്കുന്ന സഭകൾ, വീടുകൾ, വഴിത്താരകൾ, പള്ളികൾ, പടകുകളിൽ അവൻ ദൈവത്വം വെളിപ്പെടുത്തുന്നു. വരണ്ട നിന്റെ പടകിനെ ഇന്ന് രാത്രി യേശു തൊടുകയാ. വരണ്ട നിന്റെ സാമ്പത്തികത്തെ ഇന്ന് രാത്രി യേശു തൊടുകയാ. ചുടാന രബരബരവാ. ഇപ്പൊ എന്നോട് ദൈവാത്മാവ് ഇടപെടുന്ന ഒരു ശബ്ദമാ. സിംഹത്തിന്റെ മേലും അണലിമേലും നീ ചവിട്ടും. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ. റാന്നിക്കാരനായ ഉദ്ദേശിയായതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം പെരുമ്പാമ്പ് എങ്ങനെയാ ഇരയെ വരിഞ്ഞു മുറുക്കുന്നതെന്ന്. അതുപോലെ നിന്റെ സാമ്പത്തികത്തെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ആ പിടി യേശുവിന്റെ നാമത്തിൽ ഈ സെൻട്രൽ കൺവെൻഷന്റെ 1ാമത്തെ രാത്രി അഴിഞ്ഞു മാറുകയോ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. വീട്ടിലത്ഭുതം, റോഡിലത്ഭുതം, പള്ളിയിലത്ഭുതം, നിർജ്ജന പ്രദേശത്ത് അത്ഭുതം, പടകിലത്ഭുതം, കല്ലറയിലത്ഭുതം. എഴുതി തള്ളിയ ചില വിഷയങ്ങളിലേക്ക് യേശു ഇന്ന് രാത്രി വരിക കേട്ടോ. പന്തിക്കിരുന്നവനിപ്പം കല്ലറയിലിരിക്കുക. നിന്നെ കല്ലറയിലിരുത്താനല്ല വരുന്നത്. നിന്റെ സഹോദരങ്ങൾക്കും നാട്ടുകാർക്കും ഒക്കെ നിന്നെക്കുറിച്ചൊരു ധാരണയുണ്ട്, ഇനിയും നിനക്കൊരു ശുശ്രൂഷയില്ലെന്ന്. പക്ഷെ ഇന്ന് രാത്രി എൻ്റെ യേശു ഇവിടെ വന്നിരിക്കുന്നത് നിന്നെ പുറത്തു കൊണ്ടുവരാനാ. ബന്ധിക്കപ്പെട്ട ചിലതിനെ പുറത്തു കൊണ്ടുവരാനാ. അപ്പൊ യോഹന്നാൻ എഴുതുന്നതിൻ്റെ 1ാമത്തെ ഉദ്ദേശം യേശു ദൈവമാണെന്ന് വെളിപ്പെടുത്താനാ. യോഹന്നാൻ എഴുതുന്നതിൻ്റെ 2ാമത്തെ ഉദ്ദേശം, യോഹന്നാൻ തന്നെ പറയാ, നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കേണ്ടതിന് ഞാൻ എഴുതുന്നു. എന്തിനാ എഴുതുന്നത്? വിശ്വാസം വർദ്ധിക്കാൻ. യോഹന്നാന്റെ സുവിശേഷത്തിൽ 100-ലധികം പ്രാവശ്യം കാണുന്ന ഒരു വസ്തുതയാണ് വിശ്വാസം. യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം ഭൗതികമായ ഒരു ആശ്രയമല്ല, പരിപൂർണമായ ആശ്രയം. എന്താ? പരിപൂർണമായ ആശ്രയം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഒരു സ്നേഹിതൻ കുട്ടികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹം ഒരു സംഘടന തുടങ്ങി. ആ സംഘടനയുടെ തുടക്ക സമയത്ത് അദ്ദേഹം ഒരു തിരുവല്ലയിലെ പ്രസ്സിൽ അതിൻ്റെ നോട്ടീസ് അടിക്കാൻ ചെന്നു. അന്നേരം പ്രസ്സുകാർ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ 2 ടൈപ്പ് നോട്ടീസ് കാണിച്ചു. പഴയ പ്രിൻ്റ് നോട്ടീസ് കാണിച്ചു പറഞ്ഞു, ഈ ടൈപ്പ് നോട്ടീസിനാണ് 300 രൂപ മതി. ഇപ്പോഴത്തെ പുതിയ DTP കളർ പ്രിൻറ്റിങ് ഉണ്ടല്ലോ, ആ ടൈപ്പിനാണ് 500 രൂപ വേണം. 300ൻ്റെ നോട്ടീസ് വേണോ 500ൻ്റെ നോട്ടീസ് വേണോ? അന്നേരം പുള്ളിക്കാരൻ ദൈവത്തോട് പറഞ്ഞു, എൻ്റെ ദൈവമേ, 300ൻ്റെ ആണേലും എൻ്റെ കയ്യിലെടുക്കാൻ പൈസ ഇല്ല, 500ൻ്റെ ആണേലും എൻ്റെ കയ്യിലെടുക്കാൻ പൈസ ഇല്ല. 300ൻ്റെ ആണേലും നീ തരണം, 500ൻ്റെ ആണേലും നീ തരണം. എന്നാ പിന്നെ 300-നെക്കാട്ടി നല്ലത് 500ൻ്റെ തന്നെ ഇരിക്കട്ടെ. ദൈവമക്കളുടെ ഏറ്റവും വലിയ സ്വത്ത് അമേരിക്കയിലെ കാശായിരുന്നോ? ഗൾഫിലെ പണമായിരുന്നോ? വിദ്യാഭ്യാസമുള്ള മക്കളുള്ള ആശ്രയമായിരുന്നോ? പല പ്രാവശ്യം ഈ പാലക്കാടിൻ്റെ മണ്ണിൽ പട്ടിണി കിടന്നപ്പോഴും ഇവർക്കറിയായിരുന്ന ഒരു ധൈര്യം, വിളിച്ച ദൈവം വിശ്വസ്തനാണെന്നുള്ള 5 പതിറ്റാണ്ടത്തെ ആത്മീക അനുഭവമുള്ള ഞങ്ങളുടെ ഒരു അമ്മച്ചിയോട് കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചു. അമ്മച്ചി പറയായിരുന്നു, ജ്ഞാനായപ്പള്ളി വിട്ട് ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങിയപ്പോൾ ആകെപ്പാടെ അറിയാവുന്നത് തെങ്ങേലച്ചൻ്റെ ഷെഡാണ്. പസക്കറിയാം. തെങ്ങേലെ ഷെഡിലോട്ട് ചെല്ലുക. ഷെഡിൽ ചെല്ലുമ്പോൾ അവിടെ ഭയങ്കര ദൈവമാണ്. വീട്ടിൽ വരുമ്പോൾ അതിനെക്കാട്ടി അടി. ഈ ഷെഡിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് വരുമ്പോൾ കുടിയന്മാരും നെടുക നിന്നങ്ങോട്ട് പാടുക. പാടുന്ന പാട്ടിൻ്റെ തുടക്കം കേൾക്കാൻ ഭയങ്കര രസമാണ്. പിന്നെ വരുന്നത് മുഴുവൻ വാതോരാത്ത ചീത്തയാണ്. പാട്ട് തുടങ്ങുന്നത് ഇങ്ങനെ: അച്ഛനെ തെറ്റിച്ച പെണ്ണുങ്ങളെ, സമുദായം വിലക്കിയ പെണ്ണുങ്ങളെ, കള്ളിപ്പെണ്ണുങ്ങളെ എന്നും പറഞ്ഞാൽ പാട്ട് തുടങ്ങുന്നത്. പക്ഷെ ഈ പാട്ട് കേട്ട് ഇങ്ങോട്ട് വരും
വരുമ്പോഴും അവർ അകത്തൊരത്ഭുത വിശ്വാസം ഉണ്ടായിരുന്നു. എന്താണെന്നറിയാം? ഈ പാടുന്നവർ ഞങ്ങളുടെ പായയിലിരുന്ന് ആരാധിക്കുന്ന ഒരു ദിവസമാണ്. ഇന്ന് രാത്രി നിന്ദിക്കുന്നവരെ കാണുമ്പോൾ പ്രതികരിക്കാൻ പോകരുത്. ഉറക്കെ പറ, നിന്ദിക്കുന്നവര്, നോട്ടീസ് വലിച്ചു കീറുന്നവര് ഞങ്ങളുടെ പായയിലിരുന്ന് ആരാധിക്കുന്ന ഹല്ലേലൂയ. നമ്മുടെ പിതാക്കന്മാരാരും ബാങ്ക് ബാലൻസ് കൊണ്ട് തുടങ്ങിയതല്ല പ്രസ്ഥാനങ്ങളായി മാറിയത്. സമുദായം വിട്ടിറങ്ങിയത് പെന്തിക്കോസ് ഹോളിന്റെ ഭംഗി കണ്ടേ ചല്ല, കല്ലറയുടെ ഭംഗി കണ്ടേ ചല്ല, വിളിച്ച ദൈവം അനാഥനോ ഇവിടത്തിൽ എന്നുള്ള വിശ്വാസം വർദ്ധിക്കേണ്ടതിന് ഞാൻ എഴുതുന്നു. യോഹന്നാൻ എഴുതുന്നതിൻ്റെ മൂന്നാമത്തെ ഉദ്ദേശം നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് ഞാൻ എഴുതുന്നു. യോഹന്നാൻ പറയാ എന്താ ജീവൻ? യോഹന്നാൻ 17:3 ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. സ്വതന്ത്രനാകണോ സുഹൃത്തെ? സത്യം അറിയണം. എന്താ അറിയേണ്ട സത്യം? 4 സത്യം നിങ്ങൾ അറിയണം. 1, ഒരു ദൈവമുണ്ട്, അവൻ സകലത്തെയും സൃഷ്ടിച്ച ദൈവമാണെന്ന് നിങ്ങൾ അറിയണം. 2, ആ ദൈവം മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ വെളിപ്പാട്, ഏക വെളിപ്പാട് വിശുദ്ധ ബൈബിളാണെന്ന് നിങ്ങൾ അറിയണം. 3 നിങ്ങൾ അറിയേണ്ട സത്യം, നിങ്ങളെ സൃഷ്ടിച്ച ദൈവം, നിങ്ങൾക്ക് വെളിപ്പാട് നൽകിയ ദൈവം നിങ്ങളിൽ നിന്ന് ഒരു പ്രതികരണം ആഗ്രഹിക്കുന്നുവെന്ന് നിങ്ങൾ അറിയണം. 4 അറിയേണ്ട സത്യം, പ്രതികരിച്ചാലും ഇല്ലെങ്കിലും ഒരു ദിവസം നിങ്ങൾ ദൈവം മുമ്പാകെ കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ദിവസമുണ്ടെന്ന് നിങ്ങൾ അറിയണം. ഒരു ദൈവമുണ്ട് കേട്ടോ, സകലത്തെ സൃഷ്ടിച്ച ദൈവം. ബൈബിള് പറയുന്നത് അനുമാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടല്ല. ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം പഠിച്ച 300 എഴുതി വെച്ചിട്ടുണ്ട് അനുമാനിക്കുന്നു. പക്ഷെ ബൈബിളിൽ അങ്ങനെ അനുമാനമൊന്നുമില്ല. വളരെ കൃത്യ ആദിയിൽ ദൈവം. ദൈവത്തിന് 3 പ്രത്യേകതയാണ്. 1, ഗോഡ് ആസ് എ ക്രിയേറ്റർ, ദൈവം സൃഷ്ടിക്കുന്ന ദൈവമാണ്. 2, ഗോഡ് ആസ് എ പ്രൊട്ടക്ടർ, ദൈവം സംരക്ഷിക്കുന്ന ദൈവമാണ്. 3, ഗോഡ് ആസ് എ സേവിയർ, ദൈവം രക്ഷിക്കുന്ന ദൈവമാണ്. സൃഷ്ടിപ്പ്, സംരക്ഷണം, രക്ഷ, ഇത് 3 വെളിപ്പെടുന്നത് ഞങ്ങൾ ഉയർത്തി പ്രസംഗിക്കുന്ന യേശുവില്ല. അവൻ്റെ ദൈവത്വം പ്രഖ്യാപിച്ചത് യെശയ്യാവ 11. അതേ യെശയ്യാവ് തന്നെയാണ് അവൻ്റെ ക്രൂശീകരണവും പ്രഖ്യാപിച്ചത് 53. 53 പ്രവചിച്ച യെശയ്യാവിൽ 11 മഹത്വവാനായ മശിഹ 53 തകർക്കപ്പെട്ട ഈ യേശുവാണെന്ന് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. പക്ഷേ ഈ കൃപായുഗത്തിൻ്റെ താഴ്വരയിൽ നിന്നുകൊണ്ട് 53 പർവ്വതത്തിലൂടെ 11 നോക്കുമ്പോൾ നമുക്കൊന്നറിയാം, നമ്മുടെ കർത്താവ് തകർക്കപ്പെട്ടത് നമ്മളെ ഈ മഹത്വം അണിയിക്കാനായിട്ട്. 10,000 സുന്ദരനായിരുന്നു. പക്ഷേ ഗതസമനയിൽ നിന്ന് ഗബതയുടെ കൽത്തളത്തിലൂടെ ഗോൽഗോത്തയിലേക്ക് അവൻ ക്രൂശും കൊണ്ട് പോകുമ്പോൾ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവൻ വികൃതനായി. കണ്ടവരൊക്കെ അവനെ കണ്ട് മുഖം മറച്ചു. അടുത്ത ദിവസം ഞാൻ ഹൈവേയിൽ ഒരു യോഗത്തിൽ പ്രസംഗിക്കാൻ പോവാ. എൻ്റെ തൊട്ട് മുമ്പിൽ ഒരു ആക്സിഡൻറ്റ്. വണ്ടി വഴിയോരത്ത് ഞാൻ നിർത്തി. ഇറങ്ങിച്ചെന്നപ്പം എൻ്റെ മുമ്പിൽ ഇറങ്ങിച്ചെന്നവരൊക്കെ പറയാം, അയ്യോ നോക്കരുതേ. ഞാനും ഒന്നേ നോക്കിയുള്ളൂ കേട്ടോ. നോക്കിയപ്പോഴേ ഞാൻ മുഖം മറച്ചു. കാരണം ആ മനുഷ്യൻ്റെ കണ്ണെല്ലാം കൂടെ വെളിയിലോട്ട് ചാടി നിൽക്കുന്നത് കണ്ടപ്പോൾ ഒന്നേ ഞാൻ നോക്കിയുള്ളൂ. പിറ്റേ ദിവസത്തെ പത്രത്തിൽ ഞാൻ കണ്ടു, എന്നെ സുന്ദരനായിരുന്നെന്നറിയാം. നമ്മുടെ കർത്താവ് 10,000 സുന്ദരനായിരുന്നു. പക്ഷെ അവൻ നമുക്ക് വേണ്ടി വികൃതനായി. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? എന്നെയും നിങ്ങളെയും സ്വതന്ത്രരാക്കാം. അവനെ നാം അറിയണം. യഹൂദന്മാർക്കറിയാൻ പറ്റിയില്ല. അറിയാനുള്ള സകല സാധ്യതകൾ അവർക്കുണ്ടായിരുന്നു, എന്നിട്ടും അവരറിഞ്ഞില്ല. ഈ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, ഞാൻ നിൻ്റെ ന്യായാധിപന്മാരെ ആദിയിൽ എന്നതുപോലെയും നിൻ്റെ പ്രവാചകന്മാരെ ആരംഭത്തിൽ എന്നതുപോലെയും ആക്കും. അതിനുശേഷം നിനക്ക് നീതിപുരമെന്നും വിശ്വസ്ത നഗരമെന്നും
പേർ വിളിക്കപ്പെടും. ഇത് പ്രവചനമായിരുന്നു. അങ്ങനെ 300ഓളം ബൈബിൾ പ്രവചനങ്ങളുടെ പൂർത്തീകരണവുമായിട്ടാണ് യേശു ലോകത്തിൽ വന്നത്. ദൈവത്തിന് സ്തോത്രം. ഒരു സ്ത്രീ ഗർഭവതിയാകുമ്പോൾ ആ കുഞ്ഞിനെ സ്വീകരിക്കത്തക്ക നിലയിൽ അവരുടെ ശരീരത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത് പോലെ 5 മാറ്റങ്ങൾ കാലഘട്ടത്തിൽ യഹൂദനെ സംബന്ധിച്ചിടത്തോളം മശിഹയെ സ്വീകരിക്കുവാൻ സംഭവിച്ചു. എന്തൊക്കെ മാറ്റങ്ങൾ? 1 രാഷ്ട്രീയ മാറ്റങ്ങൾ, 2 ഭാഷയിലെ മാറ്റങ്ങൾ, 3 തൊഴിലിലെ മാറ്റങ്ങൾ, 4 ആരാധനയിലെ മാറ്റങ്ങൾ, 5 മതപരമായ മാറ്റങ്ങൾ. 5ഉം പഠിക്കേണ്ടതാ. രാഷ്ട്രീയ മാറ്റങ്ങൾ, അന്ന് അവർ റോമാക്കാർക്ക് അടിമകളാണ്. പക്ഷേ അടിമകളായ ആളുകൾക്ക് റോമാക്കാർ മുൻപും പിൻപുമില്ലാത്തതുപോലെ ധാരാളം കിഴിവുകൾ ആ കാലഘട്ടത്തിൽ അനുവദിച്ചു നൽകി. 1 നിർബന്ധിതമായ സൈനിക സേവനങ്ങളിൽ നിന്ന് അവരെ ഒഴിവാക്കി. 2 എഴുത്തുകൾ മാത്രമുള്ള വെള്ളി നാണയങ്ങൾ ഉണ്ടാക്കുവാനും അത് കച്ചവടം ചെയ്യുവാനും ഗവൺമെൻറ് അവരെ അനുവദിച്ചു. 3 യഹൂദന്മാർ ഏകദൈവ വിശ്വാസികളായതുകൊണ്ട് അവർ താമസിക്കുന്ന സ്ഥലങ്ങളിലൂടെ അതെ ബിംബങ്ങളോ വിഗ്രഹങ്ങളോ ഉള്ള കൊടിത്തോരണങ്ങളോ വാനറുകളോ കൊണ്ടുപോകുവാൻ ഗവൺമെൻറ് അവരെ അനുവദിച്ചില്ല. 4 അവർക്ക് വെള്ളം, വെളിച്ചം, വഴി എന്നിവയ്ക്കുള്ള എല്ലാ ക്രമീകരണങ്ങളും ഗവൺമെൻറ് ഒരുക്കി. ഇങ്ങനെ ഒത്തിരി രാഷ്ട്രീയ മാറ്റങ്ങൾ കാലഘട്ടത്തിൽ സംഭവിച്ചു. അടുത്തതുണ്ടായ മാറ്റം ഭാഷയിലുണ്ടായ മാറ്റമാണ്. ആ സമയത്ത് ഭാഷയിലുണ്ടായ മാറ്റം ചിന്തനീയമാണ്, പഠിക്കേണ്ടതാണ്. അന്ന് യഹൂദന്മാർ അടിമകളായപ്പോൾ അവരുടെ ആരാമ്യ അത് എബ്രായ ഭാഷകളൊക്കെ അവർക്ക് നഷ്ടമായി. പക്ഷേ റോമൻ ഗ്രീക്ക് ഭാഷകളിലേക്ക് അതിൻ്റെ സ്വാധീനത്തിലേക്ക് അവർ നയിക്കപ്പെട്ടു. എന്നാൽ യേശുവിൻ്റെ കാലം വന്നപ്പോഴത്തേന് ഭാഷ മാറി, എബ്രായ ഭാഷയും അരാമ്യ ഭാഷയും മടങ്ങി വന്നു. അതുകൊണ്ട് ആ കാലഘട്ടത്തിലെ പഠിപ്പീരികളെല്ലാം ആ ഭാഷയിലായിരുന്നു. പിന്നുണ്ടായ മാറ്റം തൊഴിലിലായിരുന്നു. അടിമകളാകുന്നതിന് മുമ്പ് യഹൂദന്മാർ കൃഷിക്കാരും കച്ചവടക്കാരുമായിരുന്നു. പക്ഷേ അടിമത്തത്തിൽ അവർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. എന്നാൽ യേശുവിൻ്റെ കാലം വന്നപ്പോഴത്തേന് അവർ വലിയ കച്ചവടക്കാരായി മാറി. ആട്ടിടയന്മാരും കൃഷിക്കാരുമായിരുന്ന ആളുകൾ കച്ചവടക്കാരായി മാറി. ആ കച്ചവടം ലോകം മുഴുവൻ വ്യാപിച്ചു. എന്തിന്? യേശുവിൻ്റെ കാലം വരുമ്പം ആലയത്തിൽ വരെ കച്ചവടം നടക്കുക. അതുപോലെ തന്നെ ആരാധനയിൽ മാറ്റം ഉണ്ടായി. ആരാധനയിലുണ്ടായ മാറ്റം വളരെ സിന്നഗോഗുകൾ, ധാരാളം സിന്നഗോഗുകൾ ആ കാലഘട്ടത്തിൽ സ്ഥാപിതമായി. 10 യൂദാ പുരുഷന്മാർ കൂടുന്നിടത്ത് സിന്നഗോഗ് ഉണ്ടാകുന്നത്. അങ്ങനെ ധാരാളം സിന്നഗോഗുകളോട് ചേർന്നവർക്ക് മതപഠനശാലകളുണ്ട്, ന്യായപ്രമാണം പഠിപ്പിക്കുന്ന ശാലകൾ. 613 നിയമങ്ങളാണ് ന്യായപ്രമാണം. ധാർമ്മിക നിയമങ്ങൾ, സാമൂഹിക നിയമങ്ങൾ, ആരാധനാ നിയമങ്ങൾ, ഇത് പഠിപ്പിക്കുന്ന മതപഠനശാലകളുണ്ടായി. ഇങ്ങനെ ആരാധനയിൽ മാറ്റമുണ്ടായി. ഇനി മതപരമായ മാറ്റം, അത് പഠിക്കേണ്ടതാ. മതപരമായി ഉണ്ടായ മാറ്റം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ദൈവത്തിന് സ്തോത്രം യഹൂദന്മാർക്ക് അവരുടെ മതക്കോടതികളുണ്ടായി. 22 റബിമാർ കൂടുന്ന ഡിസ്ട്രിക്ട് കോടതിയും 72 റബിമാരും 70 മഹാപുരോഹിതനും കൂടെ കൂടുന്ന സുപ്രീം കോടതിയും അവർക്കുണ്ടായി. ഇത്രയെല്ലാം മാറ്റങ്ങൾ ഉണ്ടായിട്ടും അവർക്ക് യേശുവിനെ സ്വീകരിക്കുവാൻ കഴിഞ്ഞില്ല, സത്യത്തെ അംഗീകരിക്കുവാൻ കഴിഞ്ഞില്ല, സ്വാതന്ത്ര്യം അംഗീകരിക്കുവാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട് കഴിഞ്ഞില്ല? ഏദേൻ തോട്ടം മുതൽ തെറ്റിദ്ധരിപ്പിച്ച ആ കള്ളപ്പിശാച് പാരമ്പര്യം പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിച്ചു. സുഹൃത്തെ, ഇന്ന് രാത്രി ദൈവം നിനക്കൊരവസരം തന്നിരിക്കുക. നിന്റെ പ്രൗഢിയും പാരമ്പര്യവും പറഞ്ഞ് സ്വാതന്ത്ര്യത്തെ നീ അവഗണിക്കരുത്. ദൈവത്തിന് സ്തോത്രം. അവർക്ക് കഴിയാഞ്ഞത് കൃപയാൽ നമുക്ക് കഴിഞ്ഞല്ലോ. ഓർത്ത് സ്തോത്രം ചെയ്യാൻ എത്ര ദൈവമക്കൾക്ക് കഴിയും? പഴയ നിയമ വിശുദ്ധന്മാരുടെയും പുതിയ നിയമ വിശുദ്ധന്മാരുടെയും ആരാധന വെളിപ്പാട് പുസ്തകം 4-5 അധ്യായത്തിൽ പഠിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. പഴയ നിയമ വിശുദ്ധന്മാർ ആരാധിക്കുക സൃഷ്ടിപ്പ് മുതലുള്ള ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികൾ ഓർത്ത് അവർ ദൈവത്തെ ആരാധിക്കുമ്പോൾ 5-ാമത്തെ അധ്യായത്തിൽ പുതിയ നിയമസഭ ദൈവത്തെ ആരാധിക്കുക. എന്തോർത്താന്നറിയാം? കുഞ്ഞാട്, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് നീ ഞങ്ങളെ ദൈവത്തിനായി എത്ര പേർക്ക് സന്തോഷമുണ്ട്? ദൈവത്തിനായി. അപ്പോൾ ഇന്ന് രാത്രി ദൈവം തൻ്റെ പുത്രനെ അയച്ചു. ദൈവത്തിന് സ്തോത്രം. എന്താ തെളിവ്? 19 ദൈവമില്ലെന്ന് മൂഢം പറയുന്നെന്നാ 14-ാം സങ്കീർത്തനം പറയുന്നത്. 19-ാം സങ്കീർത്തനം പറയുന്നത് ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നെന്നാ. റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം പറയുന്നത് ദൈവത്തിൻ്റെ നിത്യശക്തിയും ദിവ്യത്വവും അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവർത്തികളാൽ മനുഷ്യൻ്റെ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വന്നിരിക്കുന്നു. എന്തിനു വേണ്ടി? അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന്. അപ്പം ദൈവം ഉണ്ട് എന്നതിൻ്റെ തെളിവായി എന്തിനെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നെന്ന് ചോദിച്ചാൽ ബൈബിൾ പറയുന്നു പ്രപഞ്ചത്തെ ദൈവം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു. ദൈവം ഉണ്ട് എന്നതിൻ്റെ തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ പ്രപഞ്ചം മുതൽ അതിൻ്റെ തെളിവാണ്. ഈ മൈക്ക് ഉള്ളിടത്തോളം കാലം ഇതിൽ 3 കാര്യം വെളിപ്പെടുന്നു. 1, ഇത് സൃഷ്ടിക്കപ്പെട്ടതായതുകൊണ്ട് ഇതിനൊരു രൂപമുണ്ട്. 2, ഇത് സൃഷ്ടിക്കപ്പെട്ടതായതുകൊണ്ട് ഇതിലൊരു സിസ്റ്റമുണ്ട്, അഥവാ ഒരു ക്രമമുണ്ട്. ഇത് സൃഷ്ടിക്കപ്പെട്ട
സൃഷ്ടിക്കപ്പെട്ടതായതുകൊണ്ട് ഇതിനെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. ആ ക്യാമറ അത് സൃഷ്ടിക്കപ്പെട്ടതായതുകൊണ്ട് അതിനൊരു രൂപമുണ്ട്. അത് സൃഷ്ടിക്കപ്പെട്ടതായതുകൊണ്ട് അതിനൊരു ക്രമമുണ്ട്. അത് സൃഷ്ടിക്കപ്പെട്ടതായതുകൊണ്ട് അതിനൊരു ഉദ്ദേശമുണ്ട്. ഈ ലൈറ്റിലും തൂണിലും തുരുമ്പിലും തെങ്ങിലും വാച്ചിലും എന്തു വേണ്ട, നിങ്ങളിലും നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടവരായതുകൊണ്ട് നിങ്ങൾക്കൊരു രൂപമുണ്ട്. സൃഷ്ടിക്കപ്പെട്ടവരായതുകൊണ്ട് നിങ്ങളിലൊരു ക്രമമുണ്ട്. സൃഷ്ടിക്കപ്പെട്ടവരായതുകൊണ്ട് നിങ്ങളിലൊരു ഉദ്ദേശം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ കണ്ണുപോലൊരു ക്യാമറ ലോകത്തിൽ വേറെ ഉണ്ടോ? ഇല്ലേ, ഇല്ല. നിങ്ങളുടെ ഹൃദയം പോലൊരു പമ്പ് ലോകത്തിൽ വേറെ ഉണ്ടോ? ഇല്ല. നിങ്ങളുടെ കൈ പോലൊരു യന്ത്രം ലോകത്തിൽ വേറെ ഉണ്ടോ? ഇല്ലേ, ഇല്ല. നിങ്ങളുടെ ആന്തരിക അവയവങ്ങൾ പോലൊരു ഫാക്ടറി ലോകത്തിൽ വേറെ ഉണ്ടോ? ഇല്ലേ, ഇല്ല. നിങ്ങളുടെ ത്വക്ക് പോലെ സ്വയം ചികിത്സ ചെയ്യുന്ന ഒരു വ്യവസ്ഥ ലോകത്തിൽ വേറെ ഉണ്ടോ? ഇല്ലേ, ഇല്ല. നിങ്ങളുടെ തലച്ചോറ് പോലെ ഒരു കമ്പ്യൂട്ടർ ലോകത്തിൽ വേറെ ഉണ്ടോ? ഇല്ലേ, ഇല്ല. ഇത് മനസ്സിലായപ്പോഴാ സങ്കീർത്തനക്കാരൻ പറയുന്നത്, നീ എന്നെ ഭയങ്കരവും അതിശയകരവുമായി സൃഷ്ടിച്ചിരിക്കുന്നു. എന്തിനാണെന്നറിയാവോ? മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിനു തന്നെ. മനുഷ്യ, നിന്നെ ദൈവം സൃഷ്ടിച്ചത് നിന്നിൽ നിന്നൊരു പ്രതികരണം ആഗ്രഹിച്ചുകൊണ്ടാണ്. എന്താ മനുഷ്യനിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന പ്രതികരണം? എബ്രായ ലേഖനം 5-ാം അധ്യായം 9-ാം വാക്യം പറയുന്നു, അനുസരണം പ്രാപിച്ച് തികഞ്ഞവനായി, അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും അവൻ നിത്യരക്ഷയുടെ കാരണഭൂതനായി. അപ്പം ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ഒന്നാമത് ദൈവത്തോട് കാണിക്കേണ്ട പ്രതികരണം ദൈവത്തെ അനുസരിക്കണം. സ്തോത്രം. രണ്ടാമത്തെ പ്രതികരണം 11:6 എബ്രായ ലേഖനം, വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. അപ്പം രണ്ടാമത്തെ പ്രതികരണം വിശ്വാസം. 1 യോഹന്നാൻ 4:8 മൂന്നാമത്തെ പ്രതികരണം ദൈവത്തെ സ്നേഹിക്കുക, മനുഷ്യനെ സ്നേഹിക്കുക. അപ്പം മൂന്നാമത്തെ പ്രതികരണം സ്നേഹം. അപ്പം 3 പ്രതികരണങ്ങൾ മനുഷ്യനിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നു. 1 അനുസരണം, 2 വിശ്വാസം, 3 സ്നേഹം. അടുത്ത കാര്യം പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. പ്രതികരിച്ചാലും ഇല്ലേലും ഒരു ദിവസം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 2-ാം വാക്യം പറയുന്നു, ഗ്രഹവിചാരകന്മാരിൽ അവൻ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ. എബ്രായർ 9:27 പറയുന്നു, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്കും നിയമിച്ചിരിക്കുന്നു. റോമാലേഖനം 14:12 പറയുന്നു, നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. സുഹൃത്തെ, എപ്പോഴാ? ആകസ്മിക മരണങ്ങൾ ഈ ആധുനിക ലോകത്തിൽ അനുദിനം പെരുകുക. വൃദ്ധനെന്നും ശിശുവെന്നും ധനവാനെന്നും ദരിദ്രനെന്നും പണ്ഡിതനെന്നും പാമരനെന്നുമില്ലാതെ മരണം തൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. ലോകത്തിൽ ജനിച്ച മനുഷ്യനൊക്കെ മരിക്കുന്നു. മരിക്കുന്നതിന് മുമ്പ് മനുഷ്യർ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. ചില മനുഷ്യർ മരണത്തിൻ്റെ മുമ്പിൽ പുഞ്ചിരിക്കുന്നു. വേറെ ചില മനുഷ്യർ മരണത്തിൻ്റെ മുമ്പിൽ പരിഭവിക്കുന്നു. ലോകം മഹാന്മാരാണെന്ന് പാടിപ്പുകഴ്ത്തിയ പലരും മരണത്തിൻ്റെ മുമ്പിൽ പരിഭവിക്കുന്നതാ അവരുടെ അന്ത്യവാക്കുകൾ പഠിപ്പിക്കുന്നത്. മഹാനായ ഷേക്സ്പിയർ ഇങ്ങനെ എഴുതി, ഭീരുക്കൾ അവരുടെ ജീവിതത്തിൽ വെച്ച് തന്നെ നിരവധി തവണ മരിക്കുന്നു. അങ്ങനെയാണ് ലോകം മഹാന്മാരാണെന്ന് പറഞ്ഞ 1-2 പേരെ ഞാനൊന്ന് പരിചയപ്പെടുത്തട്ടെ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ നേതാവായ വോൾട്ടയർ. എന്താ അന്ത്യവാക്ക്? നിത്യനാശത്തിന് വേണ്ടി വിധിക്കപ്പെട്ടവൻ്റെ വേദന ഞാൻ അറിയുന്നു. എൻ്റെ നിത്യനാശത്തിൻ്റെയും സ്വർഗത്തിലെ നിത്യതയുടെയും തമ്മിലുള്ള അകലം എത്ര അഗാധമാണ്. മരണത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുവാൻ എനിക്ക് മയക്കുമരുന്ന് തരും. ഇംഗ്ലണ്ടിലെ രാഷ്ട്രരക്തമായിരുന്ന തോമസ് ഓക്കോട്ട്, ദൈവമില്ല, നിത്യതയില്ല എന്ന് ഞാൻ കരുതി. പക്ഷെ മരണത്തിൻ്റെ മുമ്പിൽ ഞാൻ നിസ്സഹനാണ്. മഹാനായ അലക്സാണ്ടർ, മഹാസമുദ്രത്തെ നോക്കി നീ കരയാണെങ്കിൽ നിന്നെ ഞാൻ വെട്ടിപ്പിടിക്കുമെന്ന് പറഞ്ഞ മനുഷ്യൻ ഒന്നുമില്ലാത്തവനായി വന്നു, ഒന്നുമില്ലാത്തവനായി പോകുന്നെന്ന് പറഞ്ഞു പോയി. മലയാള സാഹിത്യത്തെ കൈപിടിച്ചുയർത്തി അതിൻ്റെ അത്തിച്ചുകൂടിലെത്തിച്ച ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള സാറ് പാടി, മരണപ്പുഴയിലെ വേലിയേറ്റം കടന്നു വരും, അറ്റുപോകും നിഖില ബന്ധങ്ങളും ശേഷിക്കും ശൂന്യത മാത്രം. ലോകത്തിലെ മഹാന്മാരൊക്കെ മരണത്തിൻ്റെ മുമ്പിൽ പരിഭവിക്കുക. എന്നാൽ മരണം കണ്ട് പുഞ്ചിരിച്ച ചിലരെ വിശുദ്ധ ബൈബിൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ബൈബിളിലെ ഏറ്റവും പഴക്കമുള്ള ചോദ്യം അതുതന്നെയാണ്. അബ്രഹാമിൻ്റെ സമകാലികനായിരുന്ന ഇയ്യോബ് ചോദിച്ചൊരു ചോദ്യമാണ്, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? ചോദ്യത്തിൻ്റെ ഉത്തരം ധന്യനായ പൗലോസ്ലീഹ പറഞ്ഞു, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം
അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത ഒരു കെട്ടിടം ദൈവത്തിൻ്റെ ദാനമായി സ്വർഗത്തിലുണ്ടെന്ന് ഞങ്ങൾ ഇന്ന് രാത്രി പെന്തക്കോസ്തുകാരുടെ ഏറ്റവും വലിയ പ്രത്യേകത അവരുടെ ഇടയിൽ നടക്കുന്ന രോഗശാന്തിയല്ല, അവരുടെ വെള്ളത്തുണിയല്ല, അവരുടെ കാതെ കമ്മലില്ലാത്തതല്ല. പെന്തക്കോസ്തുകാരുടെ ഏറ്റവും വലിയ പ്രത്യേകത മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ഞങ്ങളുടെ അറിവും പ്രത്യാശയാണ്. ഈ ലോകത്തിലെ നിങ്ങൾ നല്ല ഒരാളായിട്ട് ജീവിക്കുമ്പോൾ ഏതെല്ലാം കാർഡുകളാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? ഞാൻ ഇങ്ങോട്ട് വരുമ്പം ഒരു ബാങ്കുകാരൻ എന്നെ വിളിച്ചേച്ച് പറയായിരുന്നു, പാസ്റ്ററെ നിങ്ങളുടെ ട്രാൻസാക്ഷൻ കണ്ടിട്ട് നിങ്ങൾക്കൊരു ക്രെഡിറ്റ് കാർഡ് തരാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. സ്തോത്രം. ഇച്ചിരൂടെ കയറി അതിനെക്കാട്ടിൽ ആസ്തിയുള്ള പല കാർഡുകളും കിട്ടും. പക്ഷേ ഒരു കാര്യം ഓർത്തോണേ, ലോകത്തിലെ ഏത് കാർഡാണേലും ആ കാർഡിനെല്ലാം ഒരു പരിധിയുണ്ട്. ആ കാർഡ് അതിൻ്റെ പരിമിതി മരണം കഴിഞ്ഞാൽ പിന്നെ ഒരു കാർഡിനും വിലയില്ല. സ്തോത്രം. ആധാറിനും വിലയില്ല, ആധാരത്തിനും വിലയില്ല. ആധാരം അച്ഛൻ്റെ പേരിലാണേലും പിള്ളേർ മരിച്ചു കഴിയുമ്പോൾ ആദ്യം ചെയ്യുന്നത് ഡെത്ത് സർട്ടിഫിക്കറ്റ് മേടിക്കും. അല്ലെ പിന്നെ 15 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഒരു പഞ്ചായത്ത് ഓഫീസിൽ കയറി ഇറങ്ങി നടക്കേണ്ടി വരും അല്ലേ. അപ്പോൾ ഇവിടുത്തെ കാർഡുകൾ മുഴുവൻ പേര് വെട്ടുന്ന കാർഡുകളാണ്. സ്തോത്രം. എന്നാൽ ഞങ്ങൾക്കൊന്നറിയാം കേട്ടോ, പേര് വിളിക്കുന്ന ഒരു പുസ്തകം. ഇപ്പോൾ 9 മണിയാകുമ്പോൾ ഞാൻ ഈ യോഗം നിർത്തും. നമ്മളെല്ലാവരും ഇവിടുന്ന് പോകുന്നതിൻ്റെ കാര്യം പോകാനൊരു വീടുള്ളതുകൊണ്ടാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അടുത്തൊരു 10,000 ദിവസത്തിനുള്ളിലോ അടുത്തൊരു 30,000 മണിക്കൂറിനുള്ളിലോ ഒക്കെ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി മരണം നിങ്ങളിൽ വന്നാൽ, നിങ്ങളുടെ വീട്ടിൽ വന്നാൽ, അല്ല നിങ്ങളിൽ വന്നാൽ പോകാൻ നിങ്ങൾക്കൊരു വീടുണ്ടോ? പോകാൻ 2 സ്ഥലമുണ്ടെന്നാണ് ബൈബിൾ പറയുന്നത്. ഒന്ന് നിത്യ നരകം, 2 നിത്യത. ഏത് രാജ്യത്തു നിന്ന് ഏത് രാജ്യത്ത് പോകണമെങ്കിലും പാസ്പോർട്ടും വിസയും വേണം. ഈ വിസ, ആ സ്വർഗത്തിൽ പോകണമെങ്കിലുള്ള വിസ ഇവിടെ വെച്ച് തന്നെ പേര് ജീവപുസ്തകത്തിൽ എഴുതണം. അത് നെറ്റിലെ സൈറ്റിൽ കയറിയാൽ കിട്ടത്തില്ല. ബൈബിള് പറയുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അവകാശം കൊടുത്തിരിക്കുന്നു. നിങ്ങളുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതാൻ ഒറ്റ വഴി, ഏത് ജാതി പിറന്ന ആളാണെന്നുള്ളതല്ല വിഷയം. യേശു എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി എനിക്ക് വേണ്ടി മരിച്ചുവെന്ന് നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ആ വിശ്വാസത്തെ നിങ്ങൾ വിശ്വാസത്താൽ വാ കൊണ്ട് ഏറ്റു പറയുമ്പോൾ നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതും. ഞങ്ങൾ ഇവിടെ നിന്ന് ഇത്രയും തുള്ളുകയും സന്തോഷിക്കുകയും ചെയ്യുന്നതിൻ്റെ കാര്യം ഐസക് ന്യൂട്ടൻ്റെ കൂട്ട് വലിയ കണ്ടുപിടുത്തമൊന്നും കണ്ടുപിടിച്ചില്ലേലും, സ്റ്റീവൻ ഹോക്കിൻസിൻ്റെ കൂട്ട് ഞങ്ങൾ പ്രസിദ്ധരല്ലേലും, ബിൽഗേറ്റ്സിൻ്റെ അത്രയും കാശില്ലേലും, അറിയപ്പെടുന്ന പദവികളൊന്നും ഞങ്ങൾക്കില്ലേലും, ഈ ആയുസിൽ ഞങ്ങളുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയെന്നൊരു ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. ആ പേര് വിളിക്കുന്ന ഒരു ദിവസം ഞങ്ങൾ കാണുമെന്ന ഒരു ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. എന്നാ ഈ ഉറപ്പെന്നറിയാമോ? യേശു പറഞ്ഞു, ഞാൻ പുനരുദ്ധാനവും ജീവനുമാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്തിനും ഏതിനും ശാസ്ത്രത്തെ കൂട്ടുപിടിക്കുന്ന ഈ ആധുനിക ലോകത്തിന് 3 ശാസ്ത്രങ്ങളുടെ അകമ്പടിയോടെ പൗലോസ്ലീഹ പുനരുദ്ധാനം തെളിയിക്കുന്നത്. ഒന്നാമത്തെ ശാസ്ത്രം സസ്യശാസ്ത്രം, രണ്ടാമത്തെ ശാസ്ത്രം ജന്തുശാസ്ത്രം, മൂന്നാമത്തെ ശാസ്ത്രം വാനശാസ്ത്രം. ശാസ്ത്രം എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആകെപ്പാടെ പേടി വന്നു, ഇനിയും പോവാന്ന് വന്നു. അല്ല, ഈ സസ്യശാസ്ത്രം എന്ന് പറഞ്ഞ് ഞാൻ നിർത്താം. എൻ്റെ പിതാവ് ഒരു പാസ്റ്റർ, അപ്പം തന്നെ നല്ലൊരു കൃഷിക്കാരനാണ്. ഈ അടുത്ത ദിവസം ഞങ്ങളുടെ വീട്ടിൽ ആ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ കുറേ ചേന ഇങ്ങനെ വിത്ത് വെട്ടി വെച്ചേച്ച് അതിങ്ങനെ മുറിച്ച് വെച്ചേച്ച് കൃഷി ചെയ്യുന്നത് ഞാൻ കണ്ടു. നല്ല വറവുള്ള സമയത്ത് അതിങ്ങനെ പുകയറയ്ക്കകത്തൊക്കെ വെച്ച് ഉണക്കി ചാണകവെള്ളത്തിനകത്തൊക്കെ മുക്കിയ സാധനം. പ്രൊസീജിയർ കറക്റ്റല്ല ഞാൻ പറയുന്നെങ്കിൽ അങ്ങനെയൊക്കെ. എന്നിട്ട് കൂമ്പലൊക്കെ കൂട്ടി കുറേ കരിയിലൊക്കെ ഇട്ട് കുറച്ച് ആട്ടുമ്പുഴുക്കൊക്കെ ഇട്ട് ഇങ്ങനെ ചേനപ്പൂള് വെച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഇതിന് വെള്ളം ഒഴിക്കണ്ടായോ എന്ന്. എന്നിട്ട് പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, റോസാച്ചെടിയൊക്കെ 4 വട്ടം ഈ വറവത്ത് വെള്ളം ഒഴിച്ചാൽ ഉണങ്ങും, പിന്നാണോ ചേന വെള്ളം ഒഴിക്കാതെ? അദ്ദേഹം പറഞ്ഞു, ഈ വറവത്ത് ഇതൊന്ന് വങ്ങും, അതിനുശേഷം അടുത്ത മഴ കഴിയുമ്പോൾ ഇതിനകത്തുനിന്ന് ശക്തിയേറിയ കിളിപ്പുണ്ടാകും. ഞാൻ പറഞ്ഞു, ചുമ്മാ അബദ്ധം പറയാതെ അങ്ങനൊന്നും കിളിപ്പുണ്ടാകത്തില്ല, ഇത് അട്ടുപോത്തേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞില്ല, ഇതിനകത്തുനിന്ന് കിളിപ്പുണ്ടാകും. അടുത്ത മഴ ഇടിവെട്ടോടെ കഴിഞ്ഞൊരു ദിവസം എന്നെ വിളിച്ചേച്ച് കാണിച്ചു, കണ്ടോ ഞാൻ വെച്ച ചേനക്കകത്ത് നിന്ന് കിളുത്ത് വന്നേക്കുന്നത് കണ്ടോ? ഇതുപോലെ ആ മരിച്ചവരുടെ പുനരുദ്ധാനം അങ്ങ് പ്രസംഗിച്ചേക്കാൻ പറഞ്ഞു.
ഞങ്ങളെ ഉറപ്പ് അതാണല്ലോ. അതുകൊണ്ടല്ലേ ഞങ്ങൾ അങ്ങനെ അങ്ങ് പ്രസംഗിക്കുന്നത്. ഈയിടെ എന്നോടുള്ള പറയാം, ഈ പെന്തിക്കോസിലെ ഉപദേശിമാരുടെ കൂട്ട് നന്ദി കെട്ട ഒരു വർഗം വേറെ ഇല്ല. ഞാൻ ചോദിച്ചത് തന്നെയാണ്, നിങ്ങളെ ഞങ്ങൾക്ക് എല്ലാത്തിലും ഇഷ്ടമാണ്, പക്ഷെ നിങ്ങളോട് ഞങ്ങൾക്കുള്ള വിരോധം, മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൊണ്ട പെട്ടിയുടെ മുഖം മൂടി മണ്ണിട്ടേച്ച് പറയുന്നൊരു വാക്കുണ്ടല്ലോ, പോയി വിശ്രമിച്ചു പിന്നെ ഓഹരി പ്രാപിക്കാൻ എഴുന്നേറ്റ് വാന്നും പറഞ്ഞ് നിങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആ വഴിക്കോട്ട് പോലും എന്ത് ചെയ്യത്തില്ല. മറ്റുള്ളവരൊക്കെയാണ് ഇടയ്ക്കിടയ്ക്കൊക്കെ ചൊല്ലാൻ റെഡിയായിട്ട് നിൽക്കുക. പിള്ളേർക്കൊക്കെ ബോധം ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക്, മിക്കവാറും ഉള്ളതിനൊന്നും ബോധമില്ല, ഡേറ്റ് തെറ്റിയ കാര്യം. അവരെല്ലാം കുടിയേറ്റക്കാരാണ്, ഈ സ്ഥലത്തുമൊക്കെ കുടിയേറി വന്നവരായതുകൊണ്ട് കുടിക്കൊരു കുറവുമില്ല. അതുകൊണ്ട് മിക്കവാറും ഒന്നും ബോധമില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പൻ്റെ ഡേറ്റ് അമ്മയെ ചൊല്ലിക്കും, അമ്മയുടെ ഡേറ്റ് അപ്പൻ്റെയും ചൊല്ലും. പോട്ടെ, എന്താണെങ്കിലും ചൊല്ലുന്നുണ്ടല്ലോ. അങ്ങനെ പിള്ളേർ ചൊല്ലാൻ റെഡിയാണെങ്കിൽ, ചൊല്ലിക്കാൻ റെഡിയാണെങ്കിൽ ചൊല്ലാൻ ആൾക്കാരുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു നന്ദിയില്ല ത്തോണ്ട് നിങ്ങൾ എന്ത് ചെയ്യാറില്ല, പിന്നെ ചൊല്ലാൻ വരത്തില്ല. ഞാൻ പറഞ്ഞു, അച്ഛാ നന്ദിയില്ലാത്തോണ്ടല്ല, ഞങ്ങൾക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ചൊല്ലാൻ വരാത്തത്. ഇവിടെ ഇരിക്കുന്നവരൊക്കെ ഉയർക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഉറപ്പില്ലാത്തവനെയൊക്കെ ഉയർക്കുന്നണം വരെ ഇരുത്തി പ്രസംഗിപ്പിച്ച് മാനസാന്തരപ്പെടുത്തിയിട്ട് ഞങ്ങൾ കൊണ്ട് എന്ത് ചെയ്യത്തുള്ളൂ, അടക്കത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അടക്കുമ്പം ഞങ്ങൾക്കുള്ള ഉറപ്പ് എന്നാന്നറിയാവോ, ഈ ശരീരത്തിന് 7 താഴ്ച ഉണ്ടെന്നാണ് പൗലോസ് പറയുന്നത്. ഈ ശരീരത്തിന് ഇന്ന് രാത്രി ഇത് കഴുത്തറത്ത് വിട്ടാൽ ഇതിന് 7 താഴ്ചയുണ്ട്. എന്താണെന്നറിയാം ഇതിൻ്റെ താഴ്ച? ഒന്ന്, ഇത് ദ്രവത്വമുള്ള ശരീരമാണ്. പക്ഷെ ദ്രവത്വമുള്ള ശരീരം 7 ഉയർച്ച പ്രാപിക്കുന്ന ദിവസത്തിൽ ആ ദ്രവത്വം പ്രാപിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രത്യാശ. ഇത് ബലഹീനതയുള്ള ശരീരമാണ്, പക്ഷെ ഇത് മഹത്വം പ്രാപിക്കുന്ന ഒരു ദിവസം ഉണ്ടെന്നുള്ളതാ ഞങ്ങളുടെ പ്രത്യാശ. ഇത് നശ്വരമായ ശരീരമാണ്, പക്ഷെ അനശ്വരമായ ഒരു തേജസ് പ്രാപിക്കുമെന്നുള്ളതാ. ഞാൻ കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിൽ പിപ്പിരിയ എന്ന സ്ഥലത്ത് ഒരു പാസ്റ്റേഴ്സ് കോൺഫറൻസിൽ പ്രസംഗിക്കാൻ ചെന്നു. യോഗം കഴിയുന്ന ദിവസം 160 പാസ്റ്റർമാർക്കും സ്തോത്ര കാഴ്ച കൊടുത്തു വിടാൻ ഓരോരുത്തരെയും പേര് വിളിക്കുക. 136ാമത്തെ പാസ്റ്റർ പേര് വിളിച്ചപ്പോൾ ആരും വരുന്നില്ല മുന്നോട്ട്. പക്ഷെ അവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരെല്ലാം കരയുന്നു. ചിലർ കെട്ടിപ്പിടിക്കുന്നു, ഏങ്ങലടിച്ച് പൊട്ടിക്കരയുന്നു. തൊട്ടടുത്തിരുന്ന മല്ലപ്പള്ളിക്കാരൻ വർഗീസ് പാസ്റ്ററോട് ഞാൻ ചോദിച്ചു, എന്നാ കാരണം? അന്നേരം അദ്ദേഹം പറഞ്ഞു, മോനെ, കഴിഞ്ഞ മാസം സുവിശേഷ വിരോധികൾ കഴുത്തറത്ത ദൈവദാസൻ്റെ പേരാണ് ഇപ്പം വിളിച്ചത്. ലിസ്റ്റിൽ നിന്ന് ഞങ്ങൾ പേര് വെട്ടിയില്ലായിരുന്നു, തല കിട്ടിയിട്ടില്ല, ഓടൽ കൊണ്ടടക്കി. ഞാനവരെ ധൈര്യപ്പെടുത്തി, നമ്മുടെ കർത്താവ് മധ്യാകാശത്തിൽ വരുന്ന ദിവസം, കാഹളം ധ്വനിക്കുന്ന ദിവസമാ. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്ന് അരുളി ചെയ്യുന്ന ദിവസമാ. എവിടെ കിടക്കുന്ന തലയോടാലും ഉടലോട് ചേർന്ന് തേജസ് പ്രാപിക്കുന്ന പ്രത്യാശയുടെ ദിവസം. എത്ര വിശുദ്ധന്മാർക്ക് പ്രത്യാശയുണ്ട്? ഇന്ന് രാത്രി ഉറക്കെ പറ, കാന്തനെ കാണുവാൻ ആർത്തി വളരുന്ന ഇല്ല പ്രത്യാശ. ഇന്ന് രാത്രി ഈ പ്രത്യാശയില്ലാത്ത ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ രാത്രിയാകട്ടെ. സുഹൃത്തെ, അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിച്ച് ദൈവമക്കളായി തീർന്ന് ഈ വലിയ പദവി പ്രാപിച്ച് വിശുദ്ധന്മാരുടെ പന്ത്യഭോജനത്തിന് ഇന്ന് രാത്രി ഒരുക്കപ്പെട്ട് പ്രത്യാശയുള്ള വിശുദ്ധന്മാർ, സ്വാതന്ത്ര്യം പ്രാപിച്ച ദൈവമക്കൾ ചാടി എഴുന്നേറ്റ് പ്രത്യാശയോടുകൂടി നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കാം. കേൾക്കുന്ന മാത്രയിൽ പെട്ടെന്നുയർത്തുവാനിൽ ചേർത്തിടുമ്പോ, പെട്ടെന്നുയർത്തുവാനിൽ ചേർത്തിടുമ്പോ തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കുമവർ. കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവാദൂത ശബ്ദത്തോടും, കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവാദൂത ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷത്തോടെ സ്വർഗത്തിൽ നമ്മുടെ നാഥന്റെ വരവേറ്റവും ആസന്നമാകിയ ആ കാക്കട ശബ്ദം കേൾക്കുവാൻ സമീപത്തിരിക്കുക പ്രത്യാശയോടെ